33 ശ്ലോകം. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്തഃ സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധിബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം അസംശയം മഹാബാഹോ മനോനുർദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേന ച ഗൃഹ്യത്തെ അസംയതാത്മനാ യോഗഃ ദുഷ്പ്രാപ ഇതി മേ മതിഃ വശ്യാത്മനാ തു യതത ശക്യോ വാപ്തുമുപായതഃ. അർജുന ഉവാച അയതി ശ്രദ്ധയോപേതഃ യോഗാച്ചലിതമാനസഃ അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി കച്ഛിന്നോ ഭയവിഭ്രഷ്ടഃ ഛിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണഃ പഥി ഏതന്മേ സംശയം കൃഷ്ണ ചേത്തുമർഹസ്യ ശേഷതഃ ത്വദന്യ സംശയസ്യാസ്യ ചേത്താ ന ഹ്യുപപദ്യത്തെ. പാർത്ഥനൈവേഹ നാമൂത്ര വിനാശസ്തസ്യ വിദ്യത്തെ ന ഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ ഉഷിത്വാ ശാശ്വതീ സമാഃ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ വിജായത്തെ അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയതീദൃശം തത്ര തം ബുദ്ധിസംയോഗം ലഭത്തെ പൗർവദേഹികം യതത്തെ ച തതോ ഭൂയഃ സംസിദ്ധൗ കുരു നന്ദന പൂർവാഭ്യാസേന തേനൈവ ക്രിയത്തെ ഹ്യവശോപി സഃ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തത്തെ പ്രയത്നാദ്യതമാനസ്തു യോഗീ സംശുദ്ധ കിൽബിഷഃ അനേകജന്മ സംസിദ്ധഃ തതോ യാതി പരാം ഗതിം തപസ്വിഭ്യോതികോ യോഗി ജ്ഞാനിഭ്യോപി മതോധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാത് യോഗി ഭവാർജുന യോഗിനാമപി സർവേഷാം മദ്ഗതേനന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജത്തെ യോ മാം സമേ യുക്തതമോ മതഃ. അപ്പൊ അർജുനന്റെ സംശയവും ഭഗവാന്റെ ഉത്തരവുമാണ് നമ്മൾ കണ്ടത്. ഈ ഒരു സംശയം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നു? ഇനി വരാൻ പോകുന്ന ചോദ്യത്തിനകത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ ആധ്യാത്മിക സാധന ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഈ ഭഗവത്ഗീത പഠനം ഇതേമാതിരിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു വശത്തോട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാണ്ട് പ്രത്യക്ഷത്തിൽ ഇതിന് യാതൊരു ഫലവും കാണുന്നില്ല. ഇതൊരു പ്രശ്നമാണ്. പ്രത്യക്ഷത്തിൽ ഫലം കാണുന്നില്ല. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇത് പ്രത്യേകിച്ച് ഫലം നമുക്ക് പ്രത്യക്ഷത്തിൽ കൊണ്ടുവരുന്നില്ല. പിന്നീട് നമുക്ക് ഇതിനകത്തുള്ള താല്പര്യം കുറേശ്ശെ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞു വരാം എന്ന്. അതായത് ഇൻസ്പിറേഷൻ കിട്ടുന്ന സന്ദർഭത്തിൽ നമുക്ക് ഇതിനകത്ത് കുറച്ചേറെ താല്പര്യം ഉണ്ടാവും. പിന്നെ താല്പര്യം ക്രമേണ കുറഞ്ഞു വരാം നമ്മുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ, അതായത് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന സാധനങ്ങളിലൊന്നും അങ്ങോട്ട് എങ്ങും എത്താത്തതുപോലെ നമുക്ക് അതും തോന്നാം. ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും മുഖ്യമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാണ്ട് നമുക്കൊരു ഫലവും ഇതിനകത്ത് കാണുന്നില്ല എന്നുള്ളത്. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ തോന്നുന്നു ഇതിന് പകരം വേറെ വല്ല പൂജ വല്ലതും ചെയ്തിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ യോഗ വല്ലതും ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വല്ല സിദ്ധന്മാരുടെ അനുഗ്രഹം കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ പ്രത്യേകിച്ച് അതല്ലെങ്കിൽ ഈ പല സഞ്ചാരികളുടെയും സഞ്ചാര സാഹിത്യം നമ്മൾ വായിച്ചിട്ട് അതിനകത്ത് ഹിമാലയത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോയിട്ടുള്ള യോഗികളെ കണ്ടുമുട്ടുന്നതും പിന്നെ അവരുടെ കൂടെ ഒക്കെയുള്ള ജീവിതവും അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫലം കിട്ടുമോ തുടങ്ങിയിട്ടുള്ള രീതിയിൽ നമ്മൾ ആശങ്കകളുമുണ്ട്. അപ്പൊ ഇതിനകത്ത്
ഇവിടെയാണ് നമ്മൾ വ്യക്തത വരുത്തേണ്ടത്. അതായത് വ്യക്തത ഇവിടെ ഭഗവാൻ നൽകുകയാണ്. അർജുനന്റെ ചോദ്യവും ഇതാണ്. അർജുനന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ പ്രത്യക്ഷത്തിൽ ഫലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫലം കണ്ടുകൊണ്ട് നമ്മൾ മുന്നേറുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് പ്രത്യക്ഷത്തിൽ ഫലമില്ലാത്തത് കാരണം നമുക്ക് മുന്നേറുന്നുണ്ടോ, നമ്മൾ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയുന്നില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പോലും നമ്മൾ അറിയത്തില്ല. കാരണം പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് താരതമ്യം ചെയ്യാൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അവിടെ സഞ്ചരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതേസമയം ഈ ഗട്ടറിൽ കൂടെ ഇത് ഇളകി ആടിക്കൊണ്ട് പോകുന്ന ഒരു ചെറിയ ഒരു കാളവണ്ടിയിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ആ യാത്ര ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഇഞ്ചും അറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇതാണ് രാജയോഗം എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഉത്കൃഷ്ടമായിട്ടുള്ള ഭഗവത് ഉപദേശത്തിന്റെ മാർഗം എന്ന് പറയുന്നത് അത് ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് അതിന്റെ ആഘാതങ്ങള് ശരീരത്തിനോ മനസ്സിനോ ബുദ്ധിക്കോ ഒന്നും അതിന്റെ പ്രത്യാഘാതങ്ങളുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ക്ലേശ രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടാത്തത് കൊണ്ട് നമുക്ക് മുന്നേറുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇതാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇതിപ്പോ മൂവ് ചെയ്യാത്ത വാഹനമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചാടി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നാണ് നമ്മൾ താഴോട്ടിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നീട് നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു കയറാൻ പറ്റാതെ വരും. കാരണം പിന്നെ നമ്മളും ഈ സാധനയും തമ്മിലുള്ള അകലം വളരെയേറെ അങ്ങ് വർദ്ധിക്കുന്നു. പിന്നെ ഇതൊരു പ്രശ്നമാണ്. ഇങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിലാണ് യോഗത്തിൽ നിന്നുള്ള ച്യുതി എന്ന് പറയുന്നത്, യോഗച്യുതി. അപ്പോൾ ഇവിടെ അർജുനന് ഈ മാതിരിയുള്ള സംശയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇനിയിപ്പോൾ ഭഗവാനോട് ചോദിക്കാൻ പോകുന്നത്. ഇതാണ് ഇതിന്റെ ഇൻട്രഡക്ഷൻ. അപ്പൊ ആ അർജുനൻ, ഇത് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ തന്നെയാണ് കണ്ടത്. എങ്കിൽ കൂടിയും ഒന്നുകൂടെ നമ്മൾക്ക് അതിന്റെ അർത്ഥം ഒന്ന് ഒറ്റ വരിയിൽ വായിച്ചു പോകാം. അയതി ശ്രദ്ധയോപേതഃ യോഗാച്ചലിത മാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതി കൃഷ്ണ ഗച്ഛതി. അയതി ശ്രദ്ധയോപേതഃ, അതിനി വരാൻ പോകുന്നതാണ്. അർജുന ഉവാച, അർജുനൻ ചോദിച്ചു. അയതിഹി ശ്രദ്ധയോപേതഃ യോഗാചരിത മാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതി കൃഷ്ണ ഗച്ഛതി. ഹേ കൃഷ്ണ, അല്ലയോ ഭഗവാനെ, അയതിഹി പ്രയത്നിക്കാത്തവൻ, യതി അല്ലാത്തവൻ. അപ്പോൾ അതായത് അവിടെ ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു വിചാരമാർഗത്തിൽ നിന്നും പുറത്തായ വ്യക്തിയാണ് ഇവിടെ അയതിഹി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ യതി, യോഗി തുടങ്ങിയിട്ടുള്ളതെല്ലാം ഈ ഗീതയുടെ ആ ദർശനത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ അർത്ഥം കൊടുക്കാൻ. അങ്ങനെ വരുമ്പോൾ ശ്രവണ മനന നിധിധ്യാസനങ്ങളെയാണ് ഇവിടെ, അവയുടെ അഭാവത്തിനെയാണ് ഈ അയതി എന്നുള്ള പ്രയോഗം നടത്തിയിരിക്കുന്നത്. മറ്റൊരു തരത്തിൽ നമ്മൾ ഈ യോഗ സ്റ്റഡീസ്, യോഗ പഠിപ്പിക്കുന്ന ആസന പ്രാണായാമങ്ങൾ നിർത്തി എന്നുള്ള അർത്ഥത്തിലേക്ക് എടുക്കരുത്. അപ്പൊ അയതി ശ്രദ്ധയോപേതഃ, ഉപേതഃ കൂടിയവനായിട്ട്, ശ്രദ്ധയോടുകൂടിയവനാണ്. അതായത് ശ്രദ്ധയുണ്ട് പക്ഷെ പ്രയത്നമില്ല. അപ്പൊ അത് കാരണം പ്രയത്നമില്ലാത്തതിൻ്റെതായ രീതിയിൽ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാമോ അതൊക്കെ വരും. അതേസമയം ശ്രദ്ധയുള്ളത് കാരണം, ഇതിൽ ശ്രദ്ധയുള്ളത് കാരണം മറ്റുള്ളതിൽ ശ്രദ്ധയുമില്ല, അതൊരു പ്രശ്നവും വരാം. കാരണം മറ്റുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിൽ ശ്രദ്ധയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജ്ഞാനം വിട്ടു കഴിഞ്ഞാൽ അടുത്തത് പിന്നെ കർമ്മമേ ഉള്ളൂ. നമുക്ക് രണ്ടിടത്ത് മാത്രമേ ഉറച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഒന്നുകിൽ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ കർമ്മത്തിൽ ഉറച്ചു നിൽക്കുക. കർമ്മത്തിന്റെ എക്സ്റ്റൻഷൻ മാത്രമാണ് ഉപാസന. അപ്പോൾ ഇവിടെ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് ഉപാസനയോ വൈദിക കർമ്മങ്ങളോ പിന്നെ സ്മാർത്ഥ കർമ്മങ്ങളോ, ഇതൊക്കെയാണ് നമുക്കുള്ളത്. സ്മാർത്ഥ കർമ്മം ചെറിയ തോതിലുള്ള
മറ്റു കാര്യങ്ങളൊക്കെ. വൈദിക കർമ്മം എന്ന് പറഞ്ഞാൽ യജ്ഞയാഗാദികളൊക്കെ ചെയ്യുന്നത്. സ്മാർത്ഥ കർമ്മം എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിയിട്ടുള്ള സ്വധർമാനുഷ്ഠാനം പല രീതിയിലുണ്ടല്ലോ, അതൊക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെ നമുക്ക് പിന്നെ ഉപാസന എന്ന് പറയുമ്പോൾ അതിനകത്ത് അഹംഗ്രഹോപാസന തൊട്ട് വിശ്വരൂപ ദർശന ഉപാസന, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഉപാസനകളെ കുറിച്ച് ബൃഹദാരണ്യ ഉപനിഷത്ത് പലതും പറയുന്നുണ്ട്. അങ്ങനെ ആധ്യാത്മിക സാധനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഉപാസനകളുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തന്ത്രം തുടങ്ങിയിട്ടുള്ളതിലാണെങ്കിൽ വ്യത്യസ്തമായ മറ്റു ഒരുപാട് ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ പലതും തരുന്നുണ്ട്. അപ്പൊ അതും കർമ്മത്തിന്റെ മേഖലയിൽ തന്നെ പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ കൃത്യമായിട്ട് നമ്മൾ ഈ വേർതിരിവ് നടത്തുന്നു. ആ വേർതിരിവ് ഇതാണ്: ഒന്ന്, ജ്ഞാന വിചാര പദ്ധതി രൂപമായ സാധന; രണ്ട്, കർമാപേക്ഷയോട് കൂടിയിട്ടുള്ള സാധന. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതിനെ വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ ജ്ഞാനാനുസന്ധാനം അല്ലെങ്കിൽ കർമാനുസന്ധാനം. ഈ രണ്ടെണ്ണേ ഉള്ളൂ. മൂന്നാമതൊരു ഓപ്ഷൻ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല എന്ന് സാരം. അപ്പൊ ഇത്രയും നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധയോ വേദ എന്നുള്ള ഇവിടുത്തെ പ്രയോഗത്തില് ശ്രദ്ധ ഗുരുവേദാന്ത വാക്യാദിഷു വിശ്വാസ എന്നുള്ളതാണല്ലോ ശ്രദ്ധ. അപ്പൊ ഗുരുവാക്യത്തിലും വേദാന്തത്തിലുമാണ് ശ്രദ്ധ ഉള്ളത്. അതായത് ഗുരുവേദാന്ത വാക്യത്തിൽ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ആത്മാവിന്റെ അസ്തിത്വത്തിൽ ശ്രദ്ധയുണ്ട്, ബ്രഹ്മത്തിന്റെ ഏകത്വത്തിൽ ശ്രദ്ധയുണ്ട്. അതേമാതിരി ജ്ഞാനകരണമായിട്ട്, അതായത് ജ്ഞാനത്തെ നൽകുന്നതായിട്ട് ശാസ്ത്രത്തെ സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പിന്നീട് മുക്തി എന്നുള്ള വിഷയത്തിലും യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അതായത് ലക്ഷ്യബോധവുമുണ്ട്, മാർഗബോധവുമുണ്ട്. അതേമാതിരി ഇവിടെ ഈ കർമ്മത്തിന്റെയൊക്കെ ഈ ന്യൂനത നല്ലതുപോലെ ബോധിച്ചിട്ടുമുണ്ട്. കർമ്മം എന്ന് പറയുന്നത് കർമ്മഫലത്തിൽ അവസാനിക്കുന്നതാണ് കർമ്മം. അതുകൊണ്ട് കർമ്മം എത്രയാണോ അതിനനുസരിച്ചായിരിക്കും ഫലം. കർമ്മം എപ്പോഴും ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് കർമ്മഫലം ലിമിറ്റഡ് ആണ്. അതിനാൽ അനന്തമായ ഫലത്തെ നൽകാൻ സാന്തമായ കർമ്മത്തിന് സാധ്യമല്ല എന്ന രീതിയിൽ കർമ്മത്തിനെ മോക്ഷസാധനമായിട്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന ഉറച്ച ബുദ്ധിയോടുകൂടിയിട്ടുള്ള വ്യക്തിയാണ് ഈ സാധകൻ. ഒന്നത്. രണ്ടാമത്, മോക്ഷമല്ലാതെ പരമപ്രധാനമായിട്ട് മറ്റൊന്നിനെ സ്വീകരിക്കേണ്ടതില്ല എന്ന രീതിയിൽ വിവേക വിചാരം ചെയ്തിട്ടുമുള്ള ഒരു വിരക്തനും വിവേകിയും കൂടിയാണ് ഈ സാധകൻ. അതുകൊണ്ടായിരുന്നല്ലോ ഇത്രയും കാലം യോഗാനുഷ്ഠാനം ചെയ്തുകൊണ്ടിരുന്നത്. യോഗം എന്ന് പറയുമ്പോൾ ജ്ഞാനസാധന രൂപമായ യോഗം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. അതിനാൽ വിവേക വൈരാഗ്യങ്ങളും ഉണ്ട് ഒരു പരിധി വരെ. പിന്നിപ്പോ എന്താ പിന്നെ പ്രശ്നം? വിവേക വൈരാഗ്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, ശ്രദ്ധയും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ശ്രവണ താല്പര്യം പോയി. അവിടെയാണ് നമ്മൾ ഇത് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ശ്രവണ താല്പര്യം പോയി. പിന്നീടോ ശ്രവണ താല്പര്യം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടനുബന്ധമായിട്ട് നിൽക്കുന്നതാണ് മനന താല്പര്യവും. ശ്രവണ താല്പര്യത്തിനെ പിന്തുടർന്ന് മാത്രമേ മനനം നിൽക്കത്തുള്ളൂ എന്നുള്ളതിനാല് മനനത്തിലും ഉള്ള ആ ഉത്സാഹം പോയി. അതോടൊപ്പം തന്നെ നിധിധ്യാസനത്തിലുമുള്ള ഉത്സാഹം പോയി. അപ്പൊ ചുരുക്കത്തിൽ ശ്രവണ മനന നിധിധ്യാസത്തിൻ്റെതായിട്ടുള്ള മേഖലയിലെ താല്പര്യക്കുറവും അതേസമയം ബാക്കിയുള്ള വിവേകം, വൈരാഗ്യം, ക്ഷമ, ദമ തുടങ്ങിയിട്ടുള്ളതിനകത്തൊക്കെ ലോഭങ്ങളൊന്നുമില്ല. അഥവാ അല്ലറ ചില്ലറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാവുന്ന മേഖലയിലുമാണ്. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വ്യക്തിയാണ് ഇവിടെ അയതി ശ്രദ്ധയോപേത എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇവിടെ തന്നെ പിറ്റേ ദിവസം തൊട്ട് ഗുരുവിനെയും ചീത്ത വിളിച്ച് ആശ്രമത്തിന് കല്ലെറിഞ്ഞിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അമ്പലത്തിലെ കുറ്റവും കുറവുകളും പറഞ്ഞുകൊണ്ട് നടക്കുക, അതല്ലെങ്കിൽ എതിരെ പോകുക, മതം മാറുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവം ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പോകുന്നതിനെ അല്ല ഇവിടെ ഈ യോഗത്തിൽ നിന്ന് ഭ്രംശം വന്നവൻ, യോഗഭ്രഷ്ടൻ എന്നൊക്കെ പറയും. അപ്പൊ യോഗഭ്രഷ്ടൻ തന്നെ ഈ സാധകരിലെ ഉത്തമന്മാരിൽ ഒരാളാണ്. പക്ഷെ സാധന ഭംഗം വന്നു, ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയാണ് അയതിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യോഗാനുസന്ധാനം അല്ലെങ്കിൽ ജ്ഞാനാനുസന്ധാനം
ഇല്ലാത്തവൻ, നിർത്തിയവൻ, ശ്രദ്ധ വിടാത്തവൻ, ശ്രദ്ധയുമുണ്ട്. ശ്രദ്ധ അങ്ങനെ പോകുന്നതല്ല, ഒരിക്കൽ വരുന്ന ശ്രദ്ധ എന്ന് പറയുന്നത് അത് എപ്പോഴും ഉണ്ട്, എങ്കിൽ മാത്രമേ ആ ശ്രദ്ധ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഇതിനകത്ത് വ്യക്തിക്ക് മൂല്യച്യുതി ഉണ്ടാകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യക്തിക്കും ശ്രദ്ധ ഇല്ലാതെ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഗുരുവേദാന്ത വാക്യാദികളിൽ വിശ്വാസം ഇല്ലാത്തവനായി പോകുമ്പോൾ മാത്രമേ മൂല്യച്യുതി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മൂല്യച്യുതി ഉണ്ടാവുന്നില്ല, കാരണം ശ്രദ്ധയുണ്ട്. അതിനാൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ അറിയാം. വിദ്യാവിനയ സമ്പന്നേ ഗവി ഹസ്തിനെ എന്നൊക്കെയുള്ള ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, സമദർശിനഹ എന്നുള്ളതിനകത്ത് അങ്ങനെയുള്ള കാര്യത്തിനൊന്നും കുറവൊന്നുമില്ല. പക്ഷേ അതൊക്കെ ഭാവനയിലാണ് നിൽക്കുന്നത്, ദർശനത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് അത് നിത്യയോഗിയാവാതെ പോയത്. അപ്പൊ ദർശനത്തിൽ വന്നാൽ നിത്യയോഗിയാണ്, അതായത് ഇളക്കം വരാത്ത യോഗിയാണ്. സമദർശനം വ്യക്തിയുടെ ഭാഗമായിട്ട് വന്നാൽ, അതേസമയം സമദർശനത്തെ ഭാവനയിൽ കൊണ്ടുവന്ന് നിർത്തുകയും, ഈ ഭാവന പരിമിതമാണ്, ഭാവനയിൽ നിന്ന് മാറി മറ്റെന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ വ്യാപൃതനാകുമ്പോൾ സമദർശനം നഷ്ടപ്പെടുകയും ചെയ്യുന്ന തരത്തിലുള്ള വ്യക്തിയാണ് സാധകൻ എന്ന് പറയുന്നത്. അതിനാൽ യോഗഭ്രഷ്ടുണ്ടാകുന്നത് സാധകന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഒരിക്കലും ജ്ഞാനിക്ക് യോഗഭ്രഷ്ട് ഉണ്ടാവത്തുമില്ല. ഇത് നമ്മൾ പ്രത്യേകം വേർതിരിച്ച് മനസ്സിലാക്കണം. അല്ലാതെ ഇടയ്ക്ക് ഇത്രയും കാലം അദ്ദേഹം വലിയ ജ്ഞാനിയൊക്കെ ആയിരുന്നു, അതിനുശേഷം ഇപ്പൊ യോഗഭ്രഷ്ടനായി അങ്ങനെയൊന്നും പറയരുത്. സാധകന് മാത്രമേ യോഗഭ്രഷ്ടൻ ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അയതിശ്രദ്ധയോപേത യോഗാചലിതമാനസ, അങ്ങനെയുള്ള വ്യക്തിയാണ് യോഗത്തിൽ നിന്നും ചലിതമാനസനായിട്ട് മാറി. ചലിതമാനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭ്രംശം വന്നവനായിട്ട് മാറി, തെന്നി മാറി എന്നർത്ഥം, വേറൊന്നുമില്ല. ഇപ്പം പത് എന്ന് പറഞ്ഞാൽ ഇപ്പം ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ നിർത്തി എന്നുള്ള ഒരു എന്ന് പറഞ്ഞിട്ട് ക്ലാസ് നിർത്തി എന്ന് പറഞ്ഞാൽ ഇനി സെൽഫായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ആ പഠിത്തവും നിർത്തി എന്നുള്ളത്. പിന്നെ ഇപ്പൊ എന്താ ആ സമയത്ത് എന്താ ചെയ്യുന്നത്? ആ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ പാർക്കിൽ പോയിരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അവിടെ നടക്കും, 7 തൊട്ട് 9 മണി വരെ ഉണ്ടാവും, അത് കണ്ടുകൊണ്ട് ഇരിക്കരുത്. അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് മനസ്സ് മാറി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, യോഗാചലിത മാനസഃ. ഇപ്പൊ എന്തിലാണ് താല്പര്യം? ദൃശ്യ വിഷയേ തത്പരത, ശ്രവ്യ വിഷയേ തത്പരത. പിന്നെ അതിന്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സ്വിഗ്ഗിയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഓരോന്ന് അവരെ കൊണ്ടൊക്കെ വരുത്തിച്ചതിന് ശേഷം ഓരോന്നിനകത്തുനിന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് തത്പരത, ശ്രദ്ധ ഇതെല്ലാം ഈ താല്പര്യം മറ്റു വിഷയങ്ങൾക്ക്, ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് മാറി. അങ്ങനെയുള്ള വ്യക്തിയാണ് അപ്രാപ്യ യോഗ സംസിദ്ധിം. അപ്പൊ യോഗ സംസിദ്ധിം അപ്രാപ്യ, യോഗ സംസിദ്ധി എന്ന് പറയുന്നത് സമദർശനത്തിനെ പ്രാപിക്കാതെ അങ്ങനെ കാംഗതിം കൃഷ്ണ ഗച്ഛതി, ആ വ്യക്തിക്ക് എന്ത് ഗതിയാണ് ഭഗവാനെ ഉള്ളത് എന്ന്. ഇവിടെ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമെന്ന് വിചാരിക്കുക. ആ ബിസിനസ് ചെയ്യുമ്പോൾ അതൊരു ഡേ ടു ഡേ ബിസിനസ് ആണ്, അതായത് നമ്മൾ ചെറിയ തരത്തിലുള്ള കച്ചവടങ്ങളൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇന്ന് ഓരോ ദിവസവും ചെലവ് 100 രൂപ, വരവ് 150 രൂപ. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ക്രമേണ ഒരു പുരോഗതി, ഒരു ലാഭം എന്ന് പറയുന്നത് ഒന്നുകിൽ ലാഭത്തിനൊരു സ്ഥിരതയുണ്ട്, അല്ലെങ്കിൽ ലാഭത്തിലൂടെ സാമ്പത്തിക സ്ഥിതിയുടെ വർധനമുണ്ട് എന്നുള്ള രീതിയിൽ ഫലത്തെ കാണാൻ സാധിക്കും. പക്ഷെ ഇവിടുത്തെ ഈ യോഗ സാധനയില് അല്ലെങ്കിൽ ജ്ഞാന സാധനയില് നമ്മൾ അപ്രകാരത്തെ ഒരു ഫലത്തെ കാണരുത്. കാരണം ഇത് ജ്ഞാനമാണ്, കർമ്മഫലത്തിന്റെ ദൃഷ്ടിയിൽ കൂടെ വിലയിരുത്താൻ പാടില്ല എന്ന്. ഇതൊരു വലിയ പ്രശ്നമാണ്. അത് കാരണം കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉടനെ ഇവിടുന്ന് ഇത്രയും നമ്മൾ ഈ ഭഗവത്ഗീതയൊക്കെ ഇങ്ങനെ കേട്ടിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള രീതിയിൽ ഇതിൽ ഇട്ടിട്ട് പോകാനുള്ള ഒരു ട്രെൻഡ് ഉണ്ടാവും. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. കച്ചിന്നോഭയ വിഭ്രഷ്ടഃ ചിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണഃ പഥി. അർജുനന്റെ ചോദ്യം ഒന്നുകൂടെ അർജുനൻ വ്യക്തമാക്കുകയാണ്. കച്ചിന്നോഭയ വിഭ്രഷ്ടഃ, കച്ചിത്ത് ഉഭയ വിഭ്രഷ്ടഃ. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തി കച്ചിത് പുരുഷ, ഇങ്ങനെയുള്ള വ്യക്തി ഉഭയ വിഭ്രഷ്ട എന്ന് പറയുന്നത് വിഭ്രഷ്ട, ഭ്രംശം വന്നവൻ, രണ്ടിടത്തു നിന്നും ഭ്രംശം വന്നവൻ. രണ്ടിടം എന്ന് പറയുന്നത് ഒന്ന് യോഗത്തിൽ നിന്ന് ഭ്രംശം വന്നവൻ, പിന്നീട് ഈ യോഗത്തിലേക്ക് ഈ വ്യക്തി പോകുമ്പോൾ തന്നെ കർമ്മത്തെ നിരസിച്ചിട്ടാണ് പോയത്.
അതിനാൽ ആദ്യം തന്നെ കർമ്മത്തെ നിരസിച്ച വ്യക്തിയാണ് യോഗത്തെ, ജ്ഞാനാനുസന്ധാന രൂപമായ യോഗത്തെ അനുഷ്ഠിക്കാൻ പോയത്. അങ്ങനെ ജ്ഞാനാനുസന്ധാനത്തില് ഉപാസനകളെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. അതിനാൽ കർമ്മം അവിടെ ഉപാസനാരൂപമായ കർമ്മത്തെയും കൂടെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ മുമ്പേ തന്നെ കർമ്മവും ഉപാസനയും കൂടെ ചേർന്നിട്ടുള്ള അതിനെ ഉപേക്ഷിച്ചു. ഇപ്പോൾ ആവട്ടെ ശ്രവണമനന നിധിധ്യാസന രൂപമായിട്ടുള്ള ഈ ജ്ഞാന വിചാര മാർഗത്തെയും ഉപേക്ഷിച്ചു. അപ്പൊ ഇങ്ങനെ വരുന്ന വ്യക്തിയാണ് പറയുന്നത് കച്ചിത് ഉഭയ വിഭ്രഷ്ട എന്ന്. ചിന്നാഭ്രമിവ നശ്യതി, അങ്ങനെയുള്ള വ്യക്തിയാണ് ചിന്ന അഭ്രമിവ, അഭ്രം മേഘപാളി, അഭ്രമിവ നശ്യതി, ഒരു ഒറ്റപ്പെട്ട മേഘശകലം പോലെ നശിച്ചു പോകുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒറ്റപ്പെട്ട മേഘശകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയുടെ സീസണില് അവിടെ എല്ലാ മേഘങ്ങളും കൂടെ ഒന്നിച്ചു നിൽക്കുന്നു. അവിടെ ഇത് മഴ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മേഘങ്ങൾ മുഴുവനായിട്ട് മഴ വർഷിക്കുന്നു. പിന്നീട് മേഘം പോകുമ്പോൾ അവ ഒന്നിച്ചു തന്നെ പോകുന്നു, അത് ഇല്ലാണ്ടുമാവുന്നു. അപ്പൊ അവിടെ ഒരു സമൂഹത്തിന്റെ ഭാഗമെന്നതുപോലെ ഒരു വ്യക്തിക്ക് നിൽക്കുന്നു. അതിനാൽ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന ഉണ്ടാവത്തില്ല. കാരണം അവിടെ ഒരു ഞാൻ നശിച്ചു എന്നൊരു തോന്നലുണ്ടാവുന്നില്ല. വരുന്നത് ഒരു സമൂഹത്തിനോടൊപ്പമാണ്, പോകുന്നത് ഒരു സമൂഹത്തിനോടൊപ്പമാണ്. ഇപ്രകാരം ഒരു സുരക്ഷിതത്വം, അതായത് സാമൂഹ്യ സുരക്ഷിതത്വം ആ വ്യക്തിക്കുണ്ട്. അതായത് കുടുംബം ഒരു സമൂഹമാണ്, അതെ, ബന്ധുക്കളെ, മിത്രങ്ങളെ, ഇവരെല്ലാവരും ഉണ്ടല്ലോ, അവർക്കെല്ലാം പ്രാധാന്യം കൊടുക്കുന്നതാണ് കർമ്മ പദ്ധതി എന്ന് പറയുന്നത്. കാരണം ഏത് കർമ്മം നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാലും അവിടെ ഇവരുടെ എല്ലാം സാന്നിധ്യം ഉണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾ ഒരു ഗണപതി ഹോമം വീട്ടിൽ നടത്തുകയാണെങ്കിൽ എല്ലാ മെമ്പേഴ്സും അവിടെ രാവിലെ തന്നെ ഈ ഗണപതി ഹോമത്തിന്റെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. അല്ലാതെ അച്ഛന് ഈ മാതിരിയുള്ള കാര്യങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും ഇത് ബാധകമല്ല എന്ന രീതിയിൽ സാധാരണത്തെ ഒരു ദിവസം പോലെ ബാക്കിയുള്ള അംഗങ്ങൾ പെരുമാറുന്നില്ല. അവിടെ ആ അംഗങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ വ്യാപൃതരാകുന്നു. അപ്പൊ ഇത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഈ സാമൂഹ്യമായിട്ട് എല്ലാവരുടെയും കൂടി ഒരു ഏകീകരണം കാണാൻ സാധിക്കും. കാരണം അതൊരു പൂജയായതുകൊണ്ട്. അതേസമയം അച്ഛൻ ഭഗവത്ഗീത പഠിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ മക്കൾ പിന്നെ അതിനകത്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം കൂടെ ഭഗവത്ഗീത, അല്ലെങ്കിൽ വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഭഗവത്ഗീത പഠിക്കുക, അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പൊ ഇതൊരു വ്യക്തിയുടെ മാത്രമായിട്ട് മാറി. ആധ്യാത്മിക ജ്ഞാന വിചാരം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രമായിട്ട് മാറി. ഇനിയിപ്പോൾ അതല്ല ഒരു മറ്റേതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഒരു പറമ്പിലെ കൃഷിയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു വ്യവസായമാണെങ്കിലോ കുടുംബത്തിന്റെ മുഴുവനും കൂടെ ബാക്കിയുള്ള മെമ്പേഴ്സ് മുഴുവൻ വേണ്ട വിധത്തിൽ അതിനോട് സഹകരിക്കും. ഒരാളോട് പറയാൻ പോയിട്ട് ഒരു മാർക്കറ്റിൽ പോയിട്ട് സാധനം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നു, വരുന്നു, ഇങ്ങനെയൊക്കെ. അതേസമയം ആധ്യാത്മിക ജ്ഞാന വിചാരത്തിലാണെങ്കിലോ അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു ശ്ലോകത്തിന്റെ അർത്ഥത്തിൽ സംശയം ഉണ്ടായി, ഉടൻ തന്നെ നമ്മൾ ഒരാളോട് പറഞ്ഞിട്ട് ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് നീ കണ്ടുപിടിക്കുക എന്നവരോട് പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അതിനകത്ത് എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത് അത് കേട്ടിട്ടുമില്ല. അവരും യാതൊരു ബന്ധവുമില്ല അവരും ഗീതയുമായിട്ട്. ഒരു വീട്ടിൽ തന്നെ ഒരു ബന്ധവുമില്ല, ഗീതയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാളുണ്ടാവാം. ആ വീട്ടിൽ തന്നെ ഭഗവത്ഗീത പഠിപ്പിക്കാൻ തക്ക തരത്തിലുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആളും വേണമെങ്കിൽ ഉണ്ടാവാം. അപ്പൊ അതിനാൽ ഇതാണ് ഈ ഒറ്റപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ജീവിതചര്യ എന്ന് പറയുന്നത്. അല്ലാതെ ഇതിനകത്തുനിന്ന് ആൾക്കാരിൽ നിന്ന് ഓടി അകലുക എന്നുള്ളതല്ല. കാരണം ഈ ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുടുംബത്തിൽ ഇതേവരെ ഒന്നാകെ ഉണ്ടായിരുന്ന ആർക്കും അതിനകത്ത് സാധിക്കാതെ പോവാം. ഇങ്ങനെയൊക്കെയുള്ള വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് ഉഭയവിഭ്രഷ്ടൻ എന്നുള്ളതിലേക്ക് വരുന്നു. ഉഭയവിഭ്രഷ്ടൻ നമ്മൾ മനസ്സിലാക്കണം. ഉഭയവിഭ്രഷ്ടൻ എന്നൊക്കെ പറയുന്നത് ഒരു പദപ്രയോഗങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയൊരു പ്രശ്നമായിട്ടൊന്നും നമ്മൾ എടുക്കരുത്. ഉഭയവിഭ്രഷ്ടൻ. അപ്പൊ ആ ഉഭയവിഭ്രഷ്ടന് ചിന്ന അഭ്രത്തെ പോലെ, അതായത് ഒറ്റപ്പെട്ടു പോയൊരു മേഘത്തെ പോലെ, ഒറ്റപ്പെട്ടു പോയ ഒരു മേഘം എന്നവിടെ പറയുമ്പോൾ അതിന് ഇപ്പം ഈ വർഷകാലത്തെ മേഘം ഒരു ചെറിയ കഷ്ണം മേഘം, ആ മേഘത്തിന് അതുമാത്രമായിട്ട് നിന്നുകൊണ്ട് മഴ പെയ്യുവാനുള്ള സാമർഥ്യമില്ല. അതിനാൽ അതിനൊരു ഫലമില്ലാത്ത ജീവിതം പോലെ ആയിപ്പോയി എന്ന് സാരം. അതാണ് മേഘം ഇവിടെ ഫലരൂപമായിട്ട് ഉള്ള വൃഷ്ടിയെ നൽകുന്ന മേഘവും ഫലമില്ലാതെ
പോകുന്ന നശിച്ചു പോകുന്ന മേഘവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതേമാതിരി ഒരു വ്യക്തി ഈ സമൂഹത്തിന് എന്തെങ്കിലും നൽകിയിട്ട് പോകുന്നു, അല്ലെങ്കിൽ സമൂഹത്തിന് ഒന്നും നൽകാതെ പോകുന്നു. സമൂഹത്തിന് നൽകിപ്പോകുന്ന വ്യക്തിയായിരുന്നു എങ്കിൽ സമൂഹം ആ വ്യക്തിക്കൊപ്പം ഉണ്ടാകുമായിരുന്നു. അതായത് പിതാവിനെ രക്ഷിക്കുവാൻ പുത്രനോ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊന്ന് ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ എടുത്തോണ്ട് പോകാൻ വീട്ടിലെ ആൾക്കാരുണ്ട്, വീടുണ്ടെങ്കിൽ, ബന്ധുക്കളുണ്ടെങ്കിൽ. ഇനി അഥവാ മരിച്ചു പോയെന്നുണ്ടെങ്കിൽ ആ പോകുന്നവന്റെ മാർഗത്തിൽ വെളിച്ചം വീശി കൊടുക്കുവാൻ വേണ്ടിയിട്ട് തിരിതെളിച്ചു വെക്കുവാനും അന്നപാനാദികൾക്ക് വേണ്ടിയിട്ട് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുവാനും തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് മരണത്തിൽ പോലും ജീവിച്ചിരിക്കുന്നവർ മരിച്ചവനെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു, മരിച്ചു പോയവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ആശ്രയത്വം എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലത്ത് അറിയപ്പെടുന്ന ഒരു ലിമിറ്റഡ് സോഷ്യൽ സെക്യൂരിറ്റി അല്ല ഇവിടെ നമുക്ക് ആധ്യാത്മികതയിലെ ഈ നമ്മുടെ സംസ്കാരത്തിലുള്ളത്. ഇതൊരു സമൂഹത്തിന്റെ, ഒരു കുടുംബത്തിന്റെ, ബന്ധുമിത്രാദികളുടെയൊക്കെ എന്ന് പറയുന്നത് നിത്യമായിട്ടുള്ള ഒരു സുരക്ഷിതത്വമാണ്. അപ്പോൾ ഇവിടെ അർജുനൻ ചോദിക്കുന്നത്, ഈ സാമൂഹ്യ ബന്ധങ്ങളെല്ലാം വിട്ടുകഴിഞ്ഞിട്ട് ആധ്യാത്മിക സാധനയിൽ നിഷ്ണാതനായി തീരുന്ന ഒരു വ്യക്തിക്ക് ചുരുക്കത്തില് വീട് ഉപേക്ഷിച്ച ഒരു പരിവ്രാജകനെ എടുക്കുക. അപ്രകാരം ആ വ്യക്തി ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇപ്പം പോരാത്തതിന് സന്യാസം സ്വീകരിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ സ്വീകരിച്ചു എന്ന് വിചാരിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോൾ ആ വ്യക്തിയെ അതുവരെയും സ്വന്തമായിട്ട് കരുതിയിരുന്ന സ്വന്തക്കാര് പോലും പിന്നീട് അന്യമായിട്ടേ കാണത്തുള്ളൂ. അതായത് മാതാപിതാക്കളാണെന്നുണ്ടെങ്കിലും പിന്നീട് ഏതോ ഒരാള് എന്ന രീതിയിൽ അന്യമായിട്ട് മാത്രമേ കാണത്തുള്ളൂ. ബഹുമാനിക്കേണ്ടതായിട്ടുള്ള കാര്യമായിട്ട് മാത്രമേ പിന്നെ ആ വ്യക്തിയോട് പെരുമാറത്തുള്ളൂ. അതിനാൽ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിയെ വിളിച്ചാൽ ചിലപ്പോൾ ഒരു മകനാവാം, അല്ലെങ്കിൽ സഹോദരനാവാം, അല്ലെങ്കിൽ സഹോദരിയാവാം, അല്ലെങ്കിൽ മാതാവാകാം, അല്ലെങ്കിൽ പിതാവാകാം, അങ്ങനെ ആരുമാവട്ടെ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുവരെയും വീട്ടിൽ നടന്നിരുന്ന ഓരോരോ കാര്യങ്ങൾ അപ്പോൾ അറിയിക്കുന്നുണ്ടെങ്കിലും ഇതിന് ശേഷം പിന്നീട് വിളിച്ചു പറയാൻ അവർക്ക് ഒരു വിമുഖതയുണ്ടാകും. വിളിച്ചു പറയാൻ പറ്റത്തില്ല, കാരണം ഇത് ഏതോ ഒരു വ്യക്തിയായിട്ട് മാറി, അന്യരായിട്ട് മാറി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനോടൊപ്പം തന്നെ പിണ്ടോദക ക്രിയകളെല്ലാം അവിടെ പിന്നീട് ഈ സന്യസിച്ചു പോകുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ആരും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതോടുകൂടി ഈ കുടുംബവുമായിട്ട് പിന്നെ ബന്ധമൊന്നുമില്ലാത്ത സ്വതന്ത്രനാണ് ഞാനെന്ന പ്രഖ്യാപനം പൂർണ്ണമാക്കി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബവുമില്ല, സമൂഹവുമില്ല. പിന്നിപ്പോ എന്ത് ചെയ്യുന്നു? പിന്നീടിപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മളൊന്ന് മനസ്സിലൊന്ന് കണ്ടു നോക്കിക്കേ. അവർക്ക് ആധ്യാത്മിക സാധന ജ്ഞാനവിചാരവും അവരിൽ നിന്ന് നഷ്ടമായി. അങ്ങനെയും കൂടെ സംഭവിച്ചു. അപ്പൊ ആയിക്കഴിഞ്ഞാല് അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപതി. ബ്രഹ്മണപതി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മമാർഗത്തിൽ, അതായത് മുക്തിയുടെ മാർഗത്തിൽ. അതിനാണ് ബ്രഹ്മണപതി എന്നുള്ളത്. ഈ ബ്രഹ്മണപതി മുക്തിയുടെ മാർഗത്തിൽ പ്രതിഷ്ഠയില്ലാത്തവനായിട്ട് പോയി. അതായത് ജ്ഞാനവിചാരം, ഇത് നമ്മൾ എപ്പോഴും സ്വീകരിക്കണം, ജ്ഞാനവിചാരം നഷ്ടപ്പെട്ടവനായിട്ട് പോയി. ശ്രവണ മനന നിധിധ്യാസനത്തിൽ താല്പര്യമില്ലാത്തവനായിട്ട് പോയി എന്ന് മാത്രമേ നമ്മളിവിടെ അർത്ഥമെടുക്കാവൂ. മറ്റേതെങ്കിലും തരത്തിൽ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭാവനയിലേക്ക് പോകും. നമ്മളെ ഏറ്റവും കൂടുതൽ ആധ്യാത്മിക സാധനയിൽ നമ്മളെ ഈ ഫലം ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാവനയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ തന്നെ ഭാവനയാണ്. ഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് നാം നടത്തുന്ന ഭാവനയാണ് നമുക്ക് ഒന്നാമത് പ്രതിരോധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തട്ടിക്കളയുക. കാരണം ഭഗവാൻ ഇത്രയും നേരം ഭഗവത്ഗീതയിലെ കർമ്മത്തെ കുറിച്ച് സകലയിടത്തും പറഞ്ഞത് ഫലം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ആധ്യാത്മികയുടെ ഫലത്തെ വെച്ചുകൊണ്ട് നമ്മൾ പിന്നെ ഇതിനെയൊക്കെ വിശകലനം ചെയ്യാൻ പോകും. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞതല്ലേ ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതെന്ന്, പിന്നെ നമ്മൾ എന്തിനാ ഇതെടുത്തുകൊണ്ട് ഇത് കൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് ഭഗവാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവത് വചനത്തിനെ മാനിക്കണം. ആ ഭഗവത് വചനം എന്താ? ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട അർജുന എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെ ചിന്തിക്കാൻ പോവണ്ട. പിന്നെ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അവിടെ ഈ
നമ്മുടെ ജ്ഞാന വിചാര പന്ഥാവ് നമുക്ക് പ്രത്യേകിച്ച് ഫലമൊന്നും നൽകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് പിന്മാറാതിരിക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള ചിന്തകളെ എപ്പോഴും നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കണം. അതിനുള്ള ഒരേ ഒരു ഉപായം എന്ന് പറയുന്നത് ഇതിനകത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ ആധ്യാത്മിക വിചാരം ചെയ്യുന്ന ഈ സത്സംഗത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ മാറാതിരിക്കണം. ഇതേ ഉള്ളൂ നമുക്ക്. ആരെങ്കിലും ഭഗവത്ഗീത പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ നമ്മൾ പറയുക, അല്ലെങ്കിൽ പറയുന്നത് നമ്മൾ കേൾക്കുക എന്നുള്ളത്. അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പം കേൾക്കുക, പറയുക, അതിനാണ് പഠനം പാഠനം എന്ന് പറയുന്നത്. അപ്പൊ അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢ ബ്രഹ്മണപതി. വിമൂഢ സന്നെ, മോഹിതനായിട്ട്. വിമൂഢ എന്ന് പറഞ്ഞാൽ മോഹിതനായിട്ട്. ഈ മോഹം നമുക്കറിയാവുന്നതാണ്. മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദബുദ്ധിത്തര, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഏതന്മേ സംശയം കൃഷ്ണ ചേത്തുമർഹസ്യ ശേഷതഃ ത്വദന്യ സംശയസ്യാസ്യ ചേതാ ന ഹി ഉപപദ്യത്തെ. ഏതത്ത് മേ സംശയം കൃഷ്ണ, ഹേ കൃഷ്ണ, അല്ലയോ ഭഗവാനെ, മേ സംശയം, ഏതത് സംശയം, മേ എന്റെ ഈ സംശയത്തെ, ഏതത് ഈ സംശയം, എന്റെ ഈ സംശയത്തെ, അതായത് യോഗഭ്രഷ്ടൻ നശിക്കുമോ ഇല്ലയോ എന്ന സംശയത്തെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, യോഗഭ്രഷ്ടനാവാനുള്ള സാധ്യതയുണ്ട് എന്ന് അർജുൻ ഉറപ്പിച്ചിരിക്കുന്നു. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം യോഗഭ്രഷ്ടത്വം സാധ്യമാണ് എന്ന്. ഒന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നർത്ഥം. അതാണ്, വേറൊന്നുമല്ല മനസ്സിലാക്കേണ്ടത്. യോഗഭ്രഷ്ടത്വം വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി യോഗഭ്രഷ്ടത്വം വന്നത് യോഗ സാധനയുടെ ഏത് ഘട്ടത്തിലാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ഈ ആധ്യാത്മിക സാധന തുടങ്ങുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മളത് മതിയാക്കിയെന്ന് വരാം. ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം മതിയാക്കിയെന്ന് വരാം. 4-5 വർഷം കഴിഞ്ഞതിന് ശേഷം മതിയാക്കിയെന്ന് വരാം. പിന്നല്ലേ 10 വർഷം കഴിഞ്ഞതിന് ശേഷം മതിയാക്കിയെന്ന് വരാം. അപ്പൊ ഇങ്ങനെ പോയി കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു വർധനവ് നമുക്ക് അവിടെ കാണാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവത്ഗീതയുടെ 2 അധ്യായം കേട്ടതിന് ശേഷം നിർത്തിയെന്ന് വരാം. 6 അധ്യായം കേട്ടതിന് ശേഷം നിർത്തിയെന്ന് വരാം. അങ്ങനെ വേണമെങ്കിൽ അത് ഭഗവത്ഗീത മുഴുവൻ പഠിച്ചു, അതായത് അതൊരു 6 മാസം കൊണ്ട് പഠിച്ചു തീർത്തു, അതിനുശേഷം വേണമെങ്കിൽ നിർത്തിയെന്ന് വരാം. അങ്ങനെ പോയെന്ന് വരാം. അപ്പൊ അവിടെ ടൈം അല്ല എടുക്കുന്നത്. കുറച്ച് പഠിച്ചു, അതിനുശേഷം വിചാരം ചെയ്തു, അതിനെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ ക്ലാസ് നോട്ട്സ് ഒക്കെ എഴുതി, എല്ലാം ഒക്കെ ആ സമയത്തൊക്കെ ഓക്കെ ആയിട്ടിരുന്നു. പിന്നെ ഇത് ഉപേക്ഷിച്ചു എന്ന് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു 7 ദിവസത്തെ ഒരു പ്രഭാഷണ കേൾക്കാൻ പോയി, അവിടെ ഇരുന്നുകൊണ്ട് ആ സമയത്ത് കേട്ടു, പിന്നെ അത് ഉപേക്ഷിച്ചു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 7 ദിവസത്തെ എവിടെയെങ്കിലും അല്ലെങ്കിൽ 3 ദിവസത്തെ ഉണ്ടെന്ന് കേട്ടു, അവിടെ പോയി അത് കേട്ടു, അന്നേരം കുറച്ച് എന്തെങ്കിലുമൊക്കെ വിചാരം ചെയ്തു, അതിനുശേഷം ഉപേക്ഷിച്ചു. പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം, പിന്നെ 6 മാസം കഴിഞ്ഞ ശേഷം ഏതെങ്കിലും തീർത്ഥയാത്രയുടെ പോകുന്നു. ആ പോകുന്ന പോക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രഭാഷണം കാസറ്റ് CD ഇട്ട് കേൾക്കുന്നു, അത് കേട്ടുകൊണ്ട് പോകുന്നു, കുറച്ചെന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു, അതിനുശേഷം ഉപേക്ഷിച്ചു. ഇങ്ങനെയും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഏത് തരത്തിലാണ് ഇത് ഒരാളുടെ യോഗഭ്രഷ്ടത്വം എന്ന് പറയുന്നത്, ഏത് തരത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒന്ന് പ്രവേശിക്കുന്നു, അങ്ങനെ ഒരിക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വിചാരം ചെയ്യാത്ത തരത്തിൽ യോഗഭ്രഷ്ടനായി പോയി എന്ന് വിചാരിക്കരുത്. അതിങ്ങനെ അതിൽ താല്പര്യം ഉണ്ടാകുന്നു, പിന്നെ താല്പര്യം പോകുന്നു, പിന്നെ താല്പര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതൊരു തരംഗം പോലെ അതും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം നമ്മൾ ഇതിനകത്ത് കാണണം. അപ്പൊ ഇതിനകത്ത് ഇത് കണ്ടുകൊണ്ട് വേണം കണ്ടുകൊണ്ട് വേണം ഈ അർജുനന്റെ ചോദ്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ ആ ഒരു ദൃഷ്ടിയിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സമ്പൂർണമായിട്ടും ഇതിൽ തന്നെ നിൽക്കുന്നതല്ലാത്ത ബാക്കിയുള്ളവരെല്ലാവരും ഇതേമാതിരിയാണ്. ഒരല്പം അതിലേക്ക് താല്പര്യം ഉണ്ടാവും, പിന്നെ താല്പര്യം പോകും, പിന്നെ താല്പര്യം ഉണ്ടാവും, പിന്നെ താല്പര്യം പോകും, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് യോഗഭ്രഷ്ടത്വം എന്ന് പറയുന്നത്. അപ്പോൾ യോഗഭ്രഷ്ടത്വം എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും ഒരു ആധ്യാത്മിക സാധനയിൽ വലിയ യോഗാചര്യൊക്കെ നടന്നുകൊണ്ടിരുന്നു, അതിനുശേഷം പിന്നെ ഒരു കല്യാണം കഴിച്ചതോട് കൂടിയിട്ട് പിന്നെ യോഗഭ്രഷ്ടനായി എന്ന് പറയുന്ന ആ തരത്തിലെ ഒരു ശുഷ്ക ബുദ്ധിയിലേക്ക് നമ്മൾ പോകരുത്. അതല്ല അവിടുത്തെ യോഗഭ്രഷ്ടത്വം എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എല്ലാവരും അവസാനം കൊണ്ടെത്തിക്കുന്നത് അതിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ വരെ ഇദ്ദേഹം
ഒരു ആശ്രമമോ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ പരിവ്രാജകനായിട്ട് ഒന്നും സൂക്ഷിക്കാതെ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വലിയൊരു ജ്ഞാനിയും സിദ്ധനും ഒക്കെ ആയിട്ട് ആൾക്കാർ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഒരു പെട്ടിക്കട ഇട്ടിട്ട് അവിടെ കുറച്ച് സാധനങ്ങളും വെച്ചിട്ട് അതൊരു ചെറിയ ഒരു വരുമാനം അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പണ്ട് ഇദ്ദേഹത്തിന് സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം ബിസിനസ് തുടങ്ങി. അങ്ങനെയൊന്നും ഇതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അങ്ങനെയുള്ള ഒരു ബാഹ്യ ദൃഷ്ടിയിലെ ഉള്ള അല്ലെങ്കിൽ വ്യവഹാരത്തിന്റെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഏറ്റക്കുറച്ചിലുകളോ മാറ്റങ്ങളോ ഒന്നുമല്ല ഇവിടുത്തെ യോഗ ഭ്രഷ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമുക്ക് ആ ഒരു വ്യക്തത വേണം ഈ കാര്യത്തിലൊക്കെ. ഇപ്പൊ ഏതന്മേ സംശയം കൃഷ്ണ, ഇതാണ് എൻ്റെ ഭഗവാനെ എൻ്റെ സംശയം. അത് ചേത്തുമർഹസ്യ അശേഷത, അത് സമ്പൂർണമായിട്ടും അശേഷത സമ്പൂർണമായിട്ട് ചേത്തും ത്വം അർഹസി. അവിടെ അർഹസി എന്ന് പറഞ്ഞത് ത്വം, അതിന് അങ്ങ് ഈ സംശയത്തെ സമ്പൂർണമായിട്ടും നിവാരണം ചെയ്യുവാൻ സാധിക്കുന്നവനാണ്. ത്വതന്യഹ, അങ്ങയെ കൂടാതെ, അങ്ങല്ലാതെ, ത്വതന്യഹ ത്വത്ത് അന്യഹ, അങ്ങല്ലാതെ, സംശയസ്യ അസ്യ ചേത്ത, അസ്യ സംശയസ്യ ചേത്ത, ചേത്ത ഛേദിക്കുന്നവൻ, അസ്യ സംശയസ്യ ഈ സംശയത്തിന്റെ ഛേത്താവായിട്ട് ഛേദിക്കുന്നവനായിട്ട് ന ഹി ഉപപദ്യത്തെ, മറ്റാരും ഇല്ല. അല്ലയോ ഭഗവാനെ, ഈ സംശയത്തിനെ ദൂരീകരിക്കുവാൻ അങ്ങല്ലാണ്ട് മറ്റാരും ഇല്ല എന്ന്. അല്ല, ഉടനെ അർജുനൻ പറഞ്ഞില്ല, ഭഗവാനെ എനിക്കിങ്ങനെ ഒരു സംശയമുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് വേറെ ആരെങ്കിലും എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് കേട്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരിടത്ത് ഉത്തരത്തിന് പോകുന്നില്ല എന്ന്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് പഠനം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പലയിടത്തു നിന്നും നമ്മൾ ഈ ആശയ സംഭരണം ഉണ്ടാക്കാൻ നോക്കരുത്. കാരണം ഈ ആശയ സംഭരണം എന്ന് പറയുന്നത് അല്ല ആധ്യാത്മിക സാധന. ആശയ വ്യക്തതയാണ് നമുക്ക് ഇവിടെ വരേണ്ടത്. ആശയ വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ആരാണോ നമുക്ക് ഈ ആശയങ്ങള് നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ വ്യക്തത വരുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വരുത്തി തന്നിട്ടുള്ളത്, അത് വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ വിലയിരുത്താവൂ പിന്നീട് നമുക്ക് ഈ വ്യക്തത ഏത് മേഖലയിലാണ് വേണ്ടത് ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമാവാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം. നമ്മൾ ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഉത്തരം കിട്ടത്തുള്ളൂ. പല സന്ദർഭത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പം നമുക്ക് ചുറ്റും നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ തനിയെ പഠിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടാതെ പോകും. അതേസമയം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വളരെ വ്യക്തത വന്നു കഴിഞ്ഞു. ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒരു മാസം മുഴുവൻ അന്വേഷിച്ചിട്ടും വ്യക്തത കിട്ടാത്ത കാര്യം ഒരു 10 മിനിറ്റ് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തത വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കിടപ്പ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചോദ്യം ചോദിക്കുന്നതിനകത്ത് യാതൊരുവിധ മടിയും ഒരിക്കലും കാണിക്കരുത്. പിന്നെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ട് മാത്രമേ ചോദിക്കാവൂ എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒന്ന് പറഞ്ഞ് നിർത്തി കഴിയുമ്പോൾ ഉടനെ തന്നെ അതൊരു ചോദ്യമാക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ചോദ്യം നമ്മുടെ ചോദ്യമായിരിക്കണം, അല്ലാതെ വക്താവ് പറഞ്ഞതിനകത്ത് ഏതെങ്കിലും വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ അപ്പോഴപ്പോൾ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാവരുത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ ഭഗവാൻ ഇത്രയും നേരം പറഞ്ഞതിനകത്തൂടെ അർജുനൻ രൂപപ്പെട്ടു വന്നതായിട്ടുള്ള ചോദ്യമാണ്. യോഗത്തിലേക്ക് പ്രവേശിച്ചു, യോഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി എന്തു പറ്റും ഭഗവാൻ? ഇതാണ് ചോദ്യം. ശ്രീ ഭഗവാൻ വാച പാർത്ഥനൈവേഹ നാമൂത്ര വിനാശസ്തസ്യ വിദ്യത്തെ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഇതാണ് ഭഗവാന്റെ ഈ അത്യധികം കരുണയോടുകൂടിയിട്ടുള്ള അനുഗ്രഹ രൂപമായിട്ടുള്ള വാക്കുകൾ. ഈ ഒരൊറ്റ വരി നമ്മൾ ഓർത്തിരുന്നാൽ മതി. അതായത് ഭഗവാൻ പറയാണ്, പാർത്ഥ, അല്ലയോ പാർത്ഥ, അർജുന, ന ഏവ ഇഹ, ഇവിടെയാവട്ടെ, ന അമുത്ര, പരലോകത്താവട്ടെ, ഇഹലോകത്താവട്ടെ, അമുത്ര പരലോകത്താവട്ടെ, തസ്യ വിനാശഃ, തസ്യ പുരുഷസ്യ, ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ യോഗയുക്തനായിട്ടുള്ള ഈ വ്യക്തിയുടെ,
ആ വ്യക്തി ഇപ്പോൾ യോഗത്തിൽ നിന്നും ഭ്രംശം വന്നു എങ്കിൽ കൂടിയും ആ വ്യക്തിയുടെ, കാരണം ഒരിക്കൽ പ്രവേശിച്ചതാണ് യോഗി ഒരിക്കൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എൻറോൾ ചെയ്തു പാസ്സായില്ല എന്നതുകൊണ്ട് അവിടെ തന്നെ ഈ വ്യക്തി ഉടനെ അവിടെ നിന്നും പുറത്താക്കുന്നില്ല. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എഴുതിയെടുക്കാം, അത്രേ ഉള്ളൂ. അതിനകത്തൂടെ അതിനകത്തുനിന്ന് പുറത്തായില്ല. അപ്പം ഭഗവാൻ ഇവിടെ പറയുകയാണ്, ആ വ്യക്തത നമുക്ക് നൽകുകയാണ്. യോഗഭ്രഷ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭഗവാൻ പിന്നെ പിടിച്ച് പുറത്താക്കിയവൻ എന്നുള്ള അർത്ഥം എടുക്കരുത്. തൽക്കാലം ഇവന്റെ അറ്റംപ്റ്റ് നമ്പർ 1 ഫെയിലായി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അറ്റംപ്റ്റ് ഇഷ്ടം പോലെ കിടക്കുകയാണ്, എത്ര വേണമെങ്കിലും ഉണ്ട്. ഭഗവാൻ കരുണാമയനാണ്. അതുകൊണ്ട് ഭഗവാൻ ഒരു കാര്യം കൂടെ വൃത്തിയായിട്ട് പറയാണ്, വ്യക്തമായിട്ടാണ്, അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. അമുത്ര പരലോകത്തെന്നതുപോലെ ഇവിടെയും ഈഹ എന്നൊരു പ്രയോഗം നടത്തുന്നുണ്ട്. അതിനാൽ ഭഗവാൻ പറയാണ്, ഇവിടെയും അവൻ മോശക്കാരനാകുന്നില്ല, അവിടെയും അവൻ മോശക്കാരനാവത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇനിയിപ്പോ യോഗപ്രശ്നമായി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആവട്ടെ, അതിനെന്താ, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെയും ഒരു കുഴപ്പവും വരത്തില്ല, അവിടെയും ഒരു കുഴപ്പവും വരത്തില്ലെന്ന്. പിന്നെ അപ്പം നമുക്ക് ശ്രമിച്ചുകൂടെയെന്ന്. അതുകൊണ്ട് ഇത് നമുക്ക് ആധ്യാത്മിക സാധനയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ചോദനയും കൂടെ ആയിട്ട് മാറുന്നു. കാരണം ഇതിനകത്ത് നമുക്ക് ഒരിക്കലും നഷ്ടം വരുന്നില്ല. ഭഗവാൻ ഈ വ്യക്തിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം, പൂർണ്ണമായിട്ടുള്ള ലാഭം, സംസിദ്ധി ഉണ്ടാക്കിത്തരൽ പിന്നെ ഭഗവാൻ ഏറ്റെടുത്തതായിട്ട് മാറും. അപ്പം ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ നമുക്ക് തിരിച്ചുണ്ടായി കിട്ടണം. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ പാർത്ഥ നൈവേഹ നാമുത്ര അമുത്ര അവിടെ സ്വർഗാദികളെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. വിനാശഹ തസ്യ ന വിദ്യത. ആദ്യം എവിടെയോ ഉണ്ടല്ലോ ന ഏവ ഇഹ എന്നുള്ളതിന്റെ നായ ഉണ്ടല്ലോ, ആ നായ എന്നുള്ളത് ഈ വിദ്യത എന്നുള്ളതിന്റെ മുമ്പിൽ ചേർക്കണം. ന വിദ്യത, വിനാശം ഉണ്ടാവുന്നില്ല എന്നർത്ഥം. നഹി കല്യാണകൃത്ത്, ഈ വ്യക്തിയെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണ് കല്യാണകൃത്ത്. കല്യാണം മംഗളത്തെ ചെയ്തവൻ, അതാണ് കല്യാണകൃത്ത്. ഇത്രയും നേരം എന്തിനെ കുറിച്ചാ? ഭഗവത് വചനം. ഭഗവത് വചനം ഭഗവാൻ തന്നെയാണ്, വേറൊന്നല്ല. ഭഗവാൻ, അതുകൊണ്ട് ഭാഗവതം ഭഗവത് സ്വരൂപമാണെന്നല്ലേ പറയുന്നത്. ഭഗവത്ഗീത ഭഗവത് സ്വരൂപമാണ്. അല്ലെങ്കിൽ ചുരുക്കത്തിൽ എന്ന് പറഞ്ഞാല് പരബ്രഹ്മസ്വരൂപമാണ് വേദം. വേദവും ബ്രഹ്മവും ഭഗവാനും തമ്മിൽ ഭേദമൊന്നുമില്ല. ഇപ്രകാരമല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഓംകാര സ്വരൂപമാണ് ഭഗവാൻ, ഓംകാരം വേദസ്വരൂപമാണ്, വേദസ്വരൂപം തന്നെയാണ് നമ്മൾ ഭഗവത്ഗീതാ സ്വരൂപം. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇപ്പോൾ ഈ മനനം ചെയ്യുക, ശ്രവണം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഈ ഭഗവാനെ തന്നെ ഉപാസിക്കുന്ന മറ്റൊരു രീതിയിൽ നാം ഭഗവാനെ തന്നെ ഉപാസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പല വിധത്തിൽ ഭഗവാനെ ഉപാസിക്കുന്നു. അതിലെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള മാർഗത്തിലൂടെ നമ്മളിവിടെ ഭഗവാനെ ഉപാസിക്കലാണ് ഈ ഭഗവത്ഗീത ശ്രവണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഉപാസനയുടേതായ പുണ്യം നാം ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉപാസനയാണെന്നറിയാതെ. അത് വേറൊരു കാര്യമാണത്. ഉപാസനയാണെന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷേ വെറും ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മനസ്സിടയ്ക്കിടയ്ക്ക് വിട്ടുപോയാലും ശരി, അല്പമൊക്കെ താല്പര്യം ഇല്ലാതെ പോയാലും ശരി, ജനറലായിട്ടൊരു താല്പര്യം ഉണ്ടായാൽ മതി. കാരണം ശ്രദ്ധയുള്ളവനാണ്, ശ്രദ്ധയോപേത എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വിശ്വാസക്കുറവൊന്നുമില്ല, ശ്രദ്ധിക്കണമെന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെയും നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ കണക്ഷൻ വിട്ടുപോകുന്നു. അപ്പം ഭഗവാൻ അവിടെ ഈ ഒരു വ്യക്തിയെ തന്നെ ഭഗവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കരുണയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുക. മിടുക്കൻ കൊള്ളാം. അതായത് ഒരു ചെറിയ കുട്ടി നടക്കാൻ ശ്രമിക്കുമ്പോൾ ആ നടക്കാൻ ശ്രമിക്കുന്ന കുട്ടിയെ തന്നെ നോക്കിക്കൊണ്ട് മാറിയിരിക്കുന്ന ഒരു മാതാവിനെ പോലെയോ പിതാവിനെ പോലെയോ പ്രോത്സാഹനമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ പിടിച്ച് നടത്തിക്കാൻ നോക്കുന്നില്ല. കാരണം ആ കുട്ടി തനിയെയാണ് നടക്കേണ്ടത്. അതിനുള്ള ശ്രമമാണ്. വീഴട്ടെ എഴുന്നേക്കട്ടെ നടക്കട്ടെ, അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ്. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണു എണീക്കാൻ ഭഗവാൻ പിടിക്കുന്നില്ല, അതുകൊണ്ട് ഭഗവാൻ ഒന്നും ഇവിടില്ല. അല്ലെങ്കിൽ അച്ഛൻ പിടിക്കുന്നില്ല, അതുകൊണ്ട് അച്ഛൻ ഇവിടെ ഇല്ല. ഈ മുന്നിലിരിക്കുന്ന ആളെ എൻ്റെ ആരുമല്ല. കാരണം ഞാൻ വീണിട്ട് എന്നെ എണീക്കാൻ വേണ്ടിയിട്ട് ഇവര് ഒന്നും ചെയ്യുന്നില്ല. ആ തരത്തിൽ നമ്മുടെ ബുദ്ധി പോകരുത്. അങ്ങനെ ബുദ്ധി പോകുന്നതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ
അങ്ങനെ മറ്റുള്ളവർ എനിക്ക് വേണ്ടി ചെയ്തു തരണം. ഈ ആധ്യാത്മികത എന്ന് പറയുന്നതിനകത്ത് നമ്മൾ മറ്റുള്ളവർ എനിക്ക് വേണ്ടിയിട്ട് പരീക്ഷ പേപ്പർ എഴുതണം, മറ്റുള്ളവർ എനിക്ക് വേണ്ടി പഠിക്കണം, എനിക്ക് വേണ്ടി പരീക്ഷ എഴുതണം, മറ്റുള്ളവർ എനിക്ക് വേണ്ടി ഭക്ഷണം കഴിക്കണം, മറ്റുള്ളവർ എനിക്ക് വേണ്ടി ഇപ്പം തീർത്ഥയാത്ര പോകുന്നു, മറ്റുള്ളവർ എനിക്ക് വേണ്ടി പോകണം, തീർത്ഥയാത്ര മാത്രമല്ല യാത്ര നടത്തണം, മറ്റുള്ളവർ എനിക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോകണം. ഇങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് അവനവൻ്റെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ എങ്ങനെയാണ് ഈ ആധ്യാത്മിക സാധനം മാത്രം എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പകരം എനിക്കിങ്ങനെ കിട്ടണം, എന്താണ് എനിക്കിങ്ങനെ തരണം. അതായത് ഞാനിങ്ങനെ കണ്ണടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രൂപം ഇങ്ങനെ തെളിയണം, ഭഗവാന്റെ രൂപം തെളിയണം. അതിന് എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ശ്രമമാണുള്ളത്? അതെൻ്റെ ഭാഗത്തുനിന്നുള്ള ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാൻ അത് ആരും നോക്കേണ്ട കാര്യമില്ല. ഞാൻ കണ്ണടച്ച് കഴിഞ്ഞാൽ എനിക്ക് തെളിഞ്ഞു കിട്ടണം. ഈ തരത്തില് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അമൃതവാണികൾ തന്നെ ഇങ്ങനെ വരണം. അതായത് ശാസ്ത്രം മുഴുവൻ ഇങ്ങനെ വരണം. എനിക്ക് പഠിക്കാണ്ട് തന്നെ ഇങ്ങനെ വരണം. ഇങ്ങനെയുള്ള അത്യാഗ്രഹങ്ങളൊന്നും കാണിക്കേണ്ട എന്ന് സാരം. പിന്നെ ഭഗവാൻ അതുകൊണ്ട് പറയുന്നത് അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമിച്ചെങ്കിൽ കല്യാണകൃത്താണ്, മംഗളകർമ്മത്തെ ചെയ്തവനാണ്. ആധ്യാത്മിക സാധനയിലേക്ക് പ്രവേശിച്ചാൽ അപ്പോൾ തൊട്ട് തന്നെ മംഗളകരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ കേവലം ഒരു അകന്നു നിന്ന് കണ്ടവൻ എന്നുള്ള സ്ഥാനമല്ല. കാരണം ഇവൻ ഇവിടെ കാര്യകർത്താവായിട്ടാണ് മാറിയത്. ശ്രവിച്ചവനാണ്, ശ്രോതാവാണ് നിൽക്കുന്നത്. ശ്രോത എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ശ്രവണം എന്നുള്ളത് കയറി വന്നു കഴിഞ്ഞു. അതിനാല് ശ്രോതാവായിട്ട് നിന്നതിന്റെ ഫലം തൊട്ട് തുടങ്ങുന്നു. പിന്നെ അതിന്റെ ഫലം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലാണ്ട് ശോഷണം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് സ്വല്പമപ്യസ്യ ധർമ്മസ്യ എന്നുള്ളതിനകത്ത് ഈ ഭഗവാന്റെ ആ പ്രയോഗം സ്വല്പം എന്നുള്ളതും ഇവിടെയുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കണം. കാരണം ഒരല്പം ഉണ്ടെങ്കിൽ പോലും പിന്നീട് അത് കല്യാണ കർമ്മമാണ് ഇവനെ ഈ സ്വല്പം എന്നതിലൂടെ നേടിയിരിക്കുന്നത്. കല്യാണ കർമ്മത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാന് പ്രിയമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഇവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കഴിഞ്ഞ വ്യക്തിയെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. നഹി കല്യാണകൃത്ത് കശ്ചിത്ത്, ഈ വ്യക്തി ദുർഗതിം താത ന ഗച്ഛതി, പിന്നീട് ആ വ്യക്തി ദുർഗതിം ഒരു തരത്തിലുള്ള ദുർഗതിയെയും ന ഗച്ഛതി, പിന്നെ ഒരിക്കലും അവന് ദുർഗതി ഉണ്ടാവത്തില്ല. അവിടെ ദുർഗതി എന്ന് പറഞ്ഞാൽ ദുഃഖകരമായിട്ടുള്ള ഗതി പിന്നീട് അവനൊന്നും ഉണ്ടാവത്തില്ല. അപ്പം ദുർഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ അർത്ഥമൊന്നും എടുക്കേണ്ട. ഈ വ്യക്തിക്ക് നഷ്ടം എന്ന് പറയുന്നത് ഉണ്ടാവത്തില്ല, ലാഭമേ ഉണ്ടാവത്തുള്ളൂ. അതിനകത്ത് ഈ ലാഭം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു സാമൂഹ്യ വ്യവസ്ഥതയുണ്ട്, ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട്, പ്രകൃതിയുടെ നിയമത്തിന് വിധേയമായിട്ട് ഇങ്ങനെയൊക്കെയുള്ളൂ. അല്ലാതെ നമ്മുടെ സങ്കല്പത്തിലുള്ള ലാഭങ്ങൾ മുഴുവനും ഉണ്ടാക്കി തരും എന്നുള്ള അർത്ഥമല്ല ഈ ശ്ലോകത്തിലുള്ളത്. ഭഗവാൻ കല്യാണകൃത്താണ് ഞാൻ, അതുകൊണ്ട് ഇനി ദുർഗതി ഉണ്ടാവത്തില്ല, അതുകൊണ്ട് എനിക്ക് വയറുവേദന വരാൻ പാടില്ലായിരുന്നു, പക്ഷെ വന്നു, അതുകൊണ്ട് ഭഗവാൻ എന്നെ നോക്കിയില്ല. അങ്ങനെ വിചാരിക്കരുത്. വയറുവേദനയല്ല ഈ ഭഗവാൻ ഇവിടെ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ തലവേദനയല്ല പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ ഇത് ഈ തലവേദനയുടെയും വയറുവേദനയുടെയും ഒക്കെ കാര്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ തരത്തിലുള്ളതാണ്. അതിന് വേണ്ടുന്നതാണ് യോഗേന ചിത്തസ്യ പദേന വാച മലം ശരീരസ്യ ച വൈദ്യകേന എന്നുണ്ടല്ലോ. യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലി രാനതോസ്മി. ഇങ്ങനെ ഒരു ശ്ലോകം നമ്മൾ കണ്ടിരുന്നെന്ന് തോന്നുന്നു. അതായത് യോഗേന ചിത്തസ്യ, യോഗം കൊണ്ട് ചിത്തത്തിന്റെ മലത്തെ കളയുന്നു. ചിത്തദോഷത്തെ, മലം എന്ന് പറയുന്നത് ദോഷം, ചിത്തദോഷത്തിന് യോഗം കൊണ്ടും യോഗേന ചിത്തസ്യ പദേന വാച, പദപ്രയോഗ സാമർഥ്യം, അതായത് വ്യാകരണ ശാസ്ത്രത്തിലൂടെ പതഞ്ജലി മഹാഭാഷ്യം, പതഞ്ജലി സംസ്കൃതത്തിന്റെ മഹാ ആചാര്യന്മാരിലെ ഒരാളാണ്. പ്രാചീന ആചാര്യന്മാരിലെ അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള ആചാര്യന്മാരിലെ ഒരാളാണ് പതഞ്ജലി. പാണിനി മഹർഷി കഴിഞ്ഞാൽ പിന്നെ പതഞ്ജലി മഹർഷിയാണ്, പിന്നെ കാത്യായന മഹർഷിയാണ്. ഈ 3 പേരുമാണ് മുനിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് വ്യാകരണത്തില്. പാണിനി മഹർഷി, പതഞ്ജലി മഹർഷി, പിന്നെ കാത്യായൻ. അപ്പം പദേന വാച, ഈ അതായത് വാക് സാമർഥ്യത്തിന് വേണ്ടുന്ന തരത്തിലുള്ള
ഉള്ള വ്യാകരണത്തെ നമ്മളെ പഠിപ്പിക്കുന്നതിലൂടെ പദപ്രയോഗത്തിൽ വരുന്ന ദോഷത്തെ പരിഹരിച്ചു തന്നു എന്ന്. അപ്പൊ ഇത് രണ്ടും രണ്ടാ. യോഗ ചിത്തവൃത്തി നിരോധത്തിലൂടെ, ചിത്തവൃത്തിയുടെ യോഗാഭ്യാസത്തിലൂടെ നമ്മുടെ വാക്ശുദ്ധി ഉണ്ടാവത്തില്ല. അതിന് വാക്ശുദ്ധി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭാഷ പ്രോപ്പറായിട്ട് പഠിക്കണം എന്ന്. അതുകൊണ്ട് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. പിന്നെ മലം ശരീരസ്യ ച വൈദ്യകേന, പിന്നീട് പതഞ്ജലി മഹർഷി അറിയപ്പെടുന്നത് ആയുർവേദ ശാസ്ത്രത്തിന്റെയും ആചാര്യനായിട്ടാണ് പതഞ്ജലി മഹർഷി അറിയപ്പെടുന്നത്. നമ്മളിതൊന്നും അറിയാത്ത വിഷയമാണ്. പക്ഷെ ആയുർവേദത്തിന്റെ ഏറ്റവും വലിയ ആചാര്യന്മാരിൽ ഒരാളാണ് പതഞ്ജലി മഹർഷി. അതിനാണ് വൈദ്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വൈദ്യമാണുള്ളത്. എന്തിന്? മലം ശരീരസ്യ ച വൈദ്യകേന, അതായത് നമ്മളെ പീഡിപ്പിക്കുന്ന, ദോഷമുണ്ടാക്കുന്ന എല്ലാത്തിനെയും കൂടിയാണ് ഈ മലം എന്നുള്ളൊരു പ്രയോഗം നടത്തിയിരിക്കുന്നത്. നമുക്ക് അനിഷ്ടകരമായിട്ടുള്ള എന്തോ ഒന്ന്, അത് ചിത്തത്തിലുണ്ട്, യോഗ കൊണ്ട് മാറണം. അത് വാക്കിലുണ്ട്, ശാസ്ത്ര പഠനം കൊണ്ട് മാറണം. പിന്നെ അത് ദേഹത്തിലുണ്ട്, ഔഷധ സേവ കൊണ്ട് മാറണം. ആയെങ്കിൽ നമുക്ക് ശുദ്ധം എന്നുള്ള സ്ഥാനത്തിലേക്ക് എത്തുന്നു. ഇതിനെയാണ് ദേഹശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി. അപ്പൊ ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നീട് നിന്റെ എല്ലാം ശുദ്ധമാണ്. പക്ഷേ എനിക്ക് തലവേദന, അല്ലെങ്കിൽ പക്ഷെ എനിക്ക് മുട്ടിന് വേദനയാണ്, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിയുമ്പോൾ എനിക്കിങ്ങനെ സർവാംഗം വിറച്ചു വരും. ഞാൻ ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വന്നിട്ട് അങ്ങ് വിറച്ചു പോകും. എനിക്ക് ശുദ്ധക്കുറവൊന്നുമില്ല, നല്ല ശുദ്ധമാണ് നോക്കുന്നത്. ഇങ്ങനെയും ചില ആൾക്കാർ പറയുന്നുണ്ട്. കാര്യം അങ്ങോട്ട് മനസ്സിലാവാത്തത് കൊണ്ട് മാത്രമാണ് അവർ പറയുന്നത്. കുറച്ചുകൂടി കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കണമെന്ന് മാത്രമേ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറയാണ്, ദുർഗതിം താത ന ഗച്ഛതി, ആ വ്യക്തിക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവത്തില്ല. പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ ഉഷിത്വാ ശാശ്വതീ സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ വിജായത്തെ. ഇനി ആ വ്യക്തിക്കുണ്ടാകുന്ന ഫലം എന്തായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഭഗവാൻ നോക്കാമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഭഗവാൻ നോക്കുന്നത്? ഭഗവാൻ നോക്കുന്നത് അവര് ഇപ്പോൾ യോഗഭ്രഷ്ടനായിട്ടാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് അവര് ജ്ഞാനവിചാരം നിർത്തി. ഇനി ഭഗവാൻ ഇത് ഏതെങ്കിലും വിധത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉടൻ തന്നെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്നാൽ ഇവനെ അങ്ങോട്ട് ഉദ്ധരിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് ജ്ഞാനവിചാരം അങ്ങോട്ട് ഭഗവത്ഗീത ഉപദേശിക്കുക, അങ്ങനെ എടുക്കരുത്. അതാണ് മൂഢബുദ്ധിത്തരം എന്ന് പറയുന്നത്. ഭഗവാൻ യോഗപുരുഷനെ അങ്ങനെ തന്നെ അങ്ങ് തുടരാനങ്ങ് അനുവദിക്കുന്നു. കാരണം അതൊരു വ്യക്തിയുടെ ചോയ്സാണ്, അതൊരു വ്യക്തിയുടെ താല്പര്യമാണ്. ആ ഒരു വ്യക്തിക്ക് ഭഗവത്ഗീത പഠിക്കണ്ട എന്നുണ്ടെങ്കിൽ പഠിക്കണ്ട. അതിന് ഭഗവാനോടം തന്നെ പഠിച്ചേ മതിയാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് മര്യാദ കിടന്ന് ഉറങ്ങുന്ന ആളിന്റെ ചെവിയിൽ വന്നിട്ട് പറയാൻ ഭഗവാൻ നിൽക്കത്തില്ല. ഭഗവാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നീ പഠിക്കണ്ട, അത്രയേ ഉള്ളൂ ഭഗവാൻ പറയുന്നത്. പിന്നെയോ അതുകൊണ്ട് ഭഗവാന് അപ്രിയനായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ ഉപേക്ഷിക്കത്തില്ല. നമ്മളെ ബാക്കിയുള്ള സകലരും ഉപേക്ഷിക്കും. പക്ഷെ നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരാളാണ് ഭഗവാൻ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത്, നമ്മൾ ഭഗവാനെ ഉപേക്ഷിച്ചാലോ, നമ്മൾ ഭഗവാനെ ഉപേക്ഷിച്ചാലും ഭഗവാൻ നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഭഗവാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഭഗവാന് ഈ വ്യക്തിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യും. കാരണം ഇവിടെ ജ്ഞാനവിചാരം തീർന്നു, യോഗഭ്രഷ്ടനായി എങ്കിൽ ഭഗവാൻ പറയാണ് അവൻ പിന്നെ അങ്ങനെ തന്നെ തുടർന്ന് ജീവിക്കട്ടെ. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ വീണ്ടും യോഗ സാധനയിലേക്ക് തുടർന്ന് കയറി വന്നാൽ അവൻ പിന്നെ യോഗഭ്രഷ്ടനാവത്തില്ല. അവൻ പിന്നെ യോഗ സാധനയിൽ നിൽക്കുന്നവനായി യതിയാകും, അയതിയാവത്തില്ല. ഇനിയിപ്പോൾ അയതിയാണ് എന്നുണ്ടെങ്കിൽ, യോഗഭ്രഷ്ടനായവനാണ് എങ്കിൽ പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ, ഈ വ്യക്തി മരിക്കുമല്ലോ. അപ്പൊ മരണം വരെ അങ്ങനെ തുടരുമെന്ന് സാരം. അല്ലാതെ ഭഗവാൻ ഉടനെ അതിന്റെ ഇടയ്ക്കൊന്നും കയറിയിട്ട് ഒന്നും ചെയ്യത്തില്ല. പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ, മരിച്ച ശേഷം ഈ വ്യക്തിക്ക് പുണ്യകരമായിട്ടുള്ള, അതിന് പറയുന്നത് സിദ്ധലോകങ്ങൾ എന്നൊക്കെ പറയുന്നത്, സിദ്ധലോകങ്ങൾ, പിന്നെ സ്വർഗലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം അല്ലെങ്കിൽ പ്രജാപതിമാരുടെ ലോകം, ഇങ്ങനെ പല പല ലോകങ്ങളുണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് ഈ വ്യക്തിയുടെ പുണ്യത്തിന്റെ ബലത്തിനനുസരിച്ച്, പുണ്യ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത് എത്രയെന്നുള്ളതിനനുസരിച്ചിട്ട് അതിന് പറ്റിയ ഒരു ലോകത്തിലേക്ക് ആ വ്യക്തി അയക്കുന്നു. പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ, പുണ്യകൃതാൻ ലോകാൻ പ്രാപ്യ എന്നർത്ഥം എടുക്കണം. പുണ്യത്താൽ ജനിക്കപ്പെട്ടതായ, പുണ്യത്താൽ ഉണ്ടാക്കപ്പെട്ടതായ ലോകങ്ങളെ പ്രാപ്യ പ്രാപിച്ചിട്ട്
ഉഷിത്വാ ശാശ്വതീഹി സമാഹ, ശാശ്വതീഹി സമാഹ, ശാശ്വതമായ കാലം. അതായത് ഇത് ഒരു പരിധിയില്ലാത്ത കാലത്തോളം, അത്ര എടുക്കാം അർത്ഥം, പരിധിയില്ലാത്ത കാലത്തോളം. കാരണം അവിടെ അങ്ങോട്ട് പ്രവേശിച്ചു ഇപ്പം തന്നെ ഞാനങ്ങ് തിരിച്ചു പോവുകയാണല്ലോ എന്നുള്ളൊരു ദുഃഖം ഉണ്ടാകുന്നില്ല. അതിനാണ് പരിധിയില്ലാത്തടത്തോളം കാലം. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ കാലബോധമില്ലാതെ, അതേപോലെ മരണഭയം, മരണാശങ്കയില്ല. അത് പിന്നീട് ഈ വൃദ്ധിക്ഷയ എന്നുള്ളതൊന്നുമില്ല. അവിടെ ചെന്നതിന് ശേഷം പിന്നെ ആ ലോകത്തൊരു സ്വർഗ്ഗലോകത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ്. സ്വർഗ്ഗലോകത്ത് കുഞ്ഞായിട്ട് ജനിക്കുക, പിന്നെ അവിടുന്ന് കുറേശ്ശെ പിച്ച പറഞ്ഞാണ് നടക്കുന്ന വളരെ അങ്ങനെയൊന്നുമില്ല. അതേമാതിരി ഒരു ഘട്ടം എത്തി കഴിയുമ്പോഴത്തേക്ക് നര തുടങ്ങി, പിന്നെ ഘട്ടം എത്തി കഴിയുമ്പോഴത്തേക്ക് എഴുന്നേൽക്കുമ്പോൾ ആരെങ്കിലും പിടിച്ചെഴുന്നേൽപ്പിക്കണം, അങ്ങനെയുമില്ല. അതായത് ബാല്യം, ശൈശവം, കൗമാരം ഒന്നുമില്ല. പിന്നെ അതേമാതിരി തന്നെയാണെങ്കിൽ വാർദ്ധക്യം എന്ന് പറയുന്നതും ഇല്ല. ഉള്ളത് ഒന്നേ ഒന്ന് മാത്രമാണ്, യൗവനം. അതാണ് മൂന്നാമത്തെ ദശയിൽ മാത്രം വർത്തിക്കുന്നവർ എന്നത് യൗവനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് മരണാശങ്കയുമില്ല. ബാലപീഠ എന്ന് പറയുന്ന ഒന്നില്ല. ബാലപീഠയാണ് എല്ലാവരുടെയും ഈ സൈക്കോളജിയുടെ മൂല കേന്ദ്രം. അതാണ് ബാലപീഠ എന്ന് പറയുന്ന ഒന്നില്ലായിരുന്നുവെങ്കിൽ പിന്നെ സൈക്കോളജി തന്നെ ഉണ്ടാവത്തില്ലായിരുന്നു. സൈക്കോളജിക്കാർ സർവൈവ് ചെയ്യുന്നത് ഈ ബാലപീഠ വെച്ചുകൊണ്ടാണ്. അത് ഇങ്ങനെ ബാലപീഠയും. അപ്പോൾ അതൊക്കെയാണ് ഊർധ്വലോകത്ത് പോയാലേ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലോകാനുഷിത്വ ശാശ്വതീ സമാഹ, ശാശ്വതമായ കാലം അവിടെ കഴിഞ്ഞിട്ട് ശുചീനാം ശ്രീമതാം ഗേഹേ, പിന്നെ തിരിച്ച് ഇവിടെ തന്നെ വരുന്നു. പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ, അതൊക്കെയുണ്ട്. അതിനുശേഷം എന്തായി, ഇവിടെ തന്നെ വരുന്നു എന്ന്. ശുചീനാം ശ്രീമതാം ഗേഹേ, ശുചിയായിട്ടുള്ള, അവിടെ ശുചി എന്ന് പറഞ്ഞാൽ എന്താ, സത്വശുദ്ധി ഉള്ളവരെ, അന്ധക്കരണ ശുദ്ധി ഉള്ളവരെയാണ് ശുചി എന്ന് പറഞ്ഞിരിക്കുന്നത്. നടക്കുമ്പോഴാണെങ്കിൽ വെള്ളം തളിച്ചുകൊണ്ട് നടക്കുന്നവരെ അല്ല ശുചി എന്ന് പറഞ്ഞാൽ, അന്ധക്കരണ ശുദ്ധി. ഏത് ശുചി? അതായത് മുമ്പേ പറഞ്ഞില്ലേ, യോഗേന ചിത്തസ്യ പദേന വാച മലം ശരീരസ്യ ച വൈദ്യകേന, ഇപ്രകാര ആരോഗ്യപരമായ ജീവിതം, അതേമാതിരി നല്ലതുപോലെ ശാസ്ത്ര പഠനം ചെയ്തിട്ടുള്ള വ്യക്തി, അതേമാതിരി വേണ്ട വിധത്തില് സംസ്കാരത്തോടു കൂടിയിട്ട് വളരുന്ന വ്യക്തി, അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്ന ഒരു സമ്പൂർണത. അങ്ങനെ വരുമ്പോഴാണ് ആ വ്യക്തിയാണ് ശുചിയായ വ്യക്തി എന്ന് പറയുന്നത്. അതാണ് ശുചിത്വം. അപ്പോൾ ആ ഒരു ശുചിത്വം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ശുചിത്വമുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ വ്യക്തി ഇപ്പോൾ ഒരു കുട്ടി അവിടെ ഇരുന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പുറത്ത്, അപ്പോൾ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പേടിച്ച് പുറത്ത് അടി വീഴുമോ എന്ന് പേടിക്കണ്ട എന്നർത്ഥം. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് പുസ്തകം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഈ വിവരമില്ലാത്ത അച്ഛനും അമ്മയുമാണെന്നുണ്ടെങ്കിൽ ഉറക്ക വായിച്ചെങ്കിൽ മാത്രമേ കുട്ടി പഠിക്കുന്നുള്ളൂ. ഉറക്ക വായിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവന് പുസ്തകം തുറന്നു വെച്ചുകൊണ്ട് സ്വപ്നം കാണുകയാണ്, അതല്ലെങ്കിൽ ഉറക്കം തൂങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്നടിക്കുന്ന അച്ഛനും അമ്മയുമാണെന്നുണ്ടെങ്കിൽ ഈ ശുചീരാം ശ്രീമതാം ഗേഹ എന്നുള്ളത് പെടുന്നില്ല എന്നർത്ഥം. അതായത് കുട്ടി എപ്പോഴും ഭയന്നുകൊണ്ടിരിക്കുന്ന, ഭയം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് പെടുന്നില്ല. അതാണ് ശുചീനാം ശ്രീമതാം ഗേഹ എന്നത്. കുട്ടികൾക്ക് മാതാപിതാക്കളോട് പ്രിയമേ ഉണ്ടാകാവൂ, അവർക്ക് ഭയം ഉണ്ടാവരുത് എന്നർത്ഥം. അവർക്ക് സ്വാതന്ത്ര്യമേ ഉണ്ടാവത്തുള്ളൂ, അവർക്ക് അന്യതാബോധം ഉണ്ടാവരുത്. ഇത് ഏതെങ്കിലും ഒരു ഇവിടെയുള്ളതിൻ്റെയൊക്കെ അവരുടേതാണ്, ഞാൻ ഇവിടുത്തെ എന്തെങ്കിലും ഒന്ന് എടുക്കണമെങ്കിൽ എനിക്ക് അവരുടെ അനുവാദം വേണം എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് സ്പേസിൽ നമ്മൾ ഒരു മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിൽ കയറി ഇരിക്കുന്നത് പോലെ ആ തരത്തിലുള്ള അന്യതാബോധം, ഇങ്ങനെയൊക്കെയുള്ളതല്ല ശുചീനാം ശ്രീമതാം ഗേഹേ. ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ട അഭിജായതേ. അങ്ങനെ സമ്പൂർണ്ണ സുരക്ഷിതത്വം, സ്വാതന്ത്ര്യം, പിന്നെ സാധനയ്ക്ക് ഈ വ്യക്തിക്ക് മുമ്പ് ഉള്ള ഒരു മനസ്സിന്റെ ഒരു സ്ഥിതി ഉണ്ടല്ലോ, ഒരു സത്വപ്രധാനമായ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് സത്വപ്രധാനമായിട്ട് തന്നെ പോകത്തക്ക തരത്തിലുള്ള ഒരു സാഹചര്യമായിരിക്കും ആ ഗൃഹത്തിൽ നിന്ന് കിട്ടുക. ആ മനസ്സ് രജസ്സും തമസും വർദ്ധിക്കുന്ന തരത്തില്, കൽമഷം വർദ്ധിക്കുന്ന തരത്തില്, വൈരാഗ്യം ഉണ്ടാകുന്ന തരത്തില്, പ്രതിഷേധിക്കാൻ തോന്നുന്ന വിധത്തില്, ഈ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ ചെയ്യാൻ തോന്നുന്ന വിധത്തില്, അതേമാതിരി റിബലാവാൻ തോന്നുന്ന വിധത്തില്, കുറ്റം പറയാൻ തോന്നുന്ന തരത്തിലൊന്നും തോന്നുന്ന വിധത്തില്
ഒന്നും ഉള്ള സാഹചര്യങ്ങളൊന്നും ആ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല എന്ന്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണാം 10-12 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ വീട്ടിൽ ഞാൻ ഇനി നിൽക്കത്തില്ല, ഞാൻ ഇറങ്ങി പോവാന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന തരത്തിലുള്ള ബുദ്ധിയൊക്കെ കാണിക്കുന്ന തരത്തിൽ അല്ലാത്ത ഒരു വീട്. അത് ഭാഗ്യം, അങ്ങനെയുള്ള വീട്ടിൽ ജനിക്കണമെന്നുണ്ടെങ്കിൽ ഭാഗ്യം ചെയ്ത പിള്ളേരായിരിക്കണമെന്ന് പറയുന്നത്. അതാണ് ഭാഗ്യം ചെയ്ത പിള്ളേരെന്ന്. അപ്പോൾ അതാണ് ഭഗവാൻ പറയുന്നത്, ഭാഗ്യം ചെയ്തവർ അവരെ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗപൃഷ്ട അഭിജായതേ. അപ്പൊ അതൊരു കൂട്ടര്. ഇനി അഥവാ യോഗിനാമേവ, അല്ലെങ്കിൽ യോഗികളുടെ കുലത്തിൽ തന്നെ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മ യതീദൃശം, അല്ലെങ്കിൽ യോഗിനാമേവ കുലേ, അല്ലെങ്കിൽ യോഗികളുടെ തന്നെ കുലത്തിൽ യോഗാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്ന ഈ ഭഗവാൻ പറഞ്ഞ യോഗയുക്തനില്ലേ, അവരുടെ തന്നെ മക്കളായിട്ട് എന്നർത്ഥം. അഥവാ യോഗിനാമേവ കുലേ, ആ കുടുംബത്തില് കുലേ ഭവതി ധീമത. ചിലപ്പോൾ അമ്മാവൻ പ്രകാരം കുട്ടിയെ ഉപദേശിക്കാൻ പറ്റിയൊരു അമ്മാവനോടുണ്ടാവാം, അല്ലെങ്കിൽ അച്ഛനുണ്ടാവാം, അതല്ലെങ്കിൽ സഹോദരനുണ്ടാവാം. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഈ പലരെ കുറിച്ച് നമ്മൾ ആ തരത്തിലുള്ള കഥകളൊക്കെ ഉണ്ട്. യോഗിനാമേവ കുലേ ഭവതി ധീമത. അപ്പം ധീമതാം ബുദ്ധിയുള്ളവരായിട്ടുള്ള, അതും കൂടെ ഉണ്ട് ഭഗവാൻ അതിന്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്, ധീമത ബുദ്ധിയുള്ളവരായിട്ടുള്ള എന്നത്. ആധ്യാത്മിക സാധന എന്ന് പറഞ്ഞാൽ ബുദ്ധി പ്രയോഗിക്കാത്ത ആധ്യാത്മിക സാധന ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇവിടെ ബുദ്ധി പ്രയോഗിക്കുന്ന ആധ്യാത്മിക സാധന, അതാണ് ധീമത. നല്ല ബുദ്ധിയുള്ളതെന്നർത്ഥം, വേറൊന്നുമല്ല. ഏതധി, അങ്ങനെയുള്ളത് ദുർലഭതരം ലോകേ, ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അപ്രകാരം. അത് അങ്ങനെയുള്ള മാതാപിതാക്കളുടെ, ഇവിടെ മാതാപിതാക്കൾ എന്നാണ് പറയുന്നത്. കാരണം മാതാവ് അല്ലെങ്കിൽ പിതാവ് രണ്ടിലാർക്കെങ്കിലും ഒരാൾക്ക് ഉള്ള സത്വപ്രധാനമായ മനസ്സ് പോരാ. ഒരു കുടുംബത്തിൽ ഒരു കുട്ടി സുഖമായിട്ട് വസിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വേണം. അപ്പൊ അതിനെയാണ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശുചീനാം ശ്രീമതാം ഗേഹേ എന്നുള്ളതും പിന്നെ അതേമാതിരി യോഗികളുടെ കുലത്തിൽ എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഒരാൾ ഉപദ്രവം നൽകുന്നതായിട്ട് ആ വീട്ടിലുണ്ടെങ്കിൽ അതോടുകൂടി പോയി. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് അമ്മാവിന്റെ രൂപത്തിലാണെങ്കിലോ അല്ലെ അനിയന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ചേട്ടന്റെ രൂപത്തിലോ ആണ് കളകൂട വിഷവും കൊണ്ട് ഒരാൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഉപദ്രവം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഉപദ്രവം കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഈ ശുചീനാം ശ്രീമതാം ഗേഹ എന്നൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പൂർണ്ണമായിട്ട് സുരക്ഷിതത്വം, പൂർണ്ണമായിട്ട് ഒരാൾക്ക് പേടി കൂടാതെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഏതദ്ഹി ദുർലഭതരം ലോകേ, ഇത് ലോകത്തിൽ ഏറ്റവും ദുർലഭതരമായിട്ടുള്ളതാണ് ജന്മയതീദൃശം. ഈ തരം ജന്മ എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും ദുർലഭവനമായിട്ടുള്ളതാണ്. തത്രതം ബുദ്ധിസംയോഗം ലഭത്തെ പൗർവദേഹികം യതത്തെ ച തതോ ഭൂയഃ സംസിദ്ധൗ കുരുനന്ദന. ഇപ്രകാരം ജന്മം കിട്ടിയല്ലോ, രണ്ടാമത്തെ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ തത്ര, ആ ജന്മത്തിൽ, അത് കിട്ടിയ ജന്മത്തില് യോഗഭ്രഷ്ടനായ വ്യക്തിയുടെ വീട്ടിൽ ജനിച്ച ശേഷം ആ വ്യക്തിക്ക് തം ബുദ്ധി സംയോഗം ലഭത്തെ, പൗർവദേഹികം, പൂർവദേഹത്തിലുണ്ടായിരുന്ന ഏതൊരു യോഗബുദ്ധി ആ സമയം വരെ ആർജിച്ചതായിട്ടുണ്ടായിരുന്നോ ആ ആർജിച്ച യോഗബുദ്ധിയെ ഇപ്പോൾ, അതാണ് പൗർവദേഹികം എന്ന് പറഞ്ഞിരിക്കുന്നത്. പൂർവദേഹത്തിലുണ്ടായിരുന്ന ബുദ്ധി, ആ ബുദ്ധിയെ, ഏത് ബുദ്ധിയാണ് ആ ബുദ്ധി എന്ന് പറയുന്നത്? ജ്ഞാനം. ആ ജ്ഞാനത്തിന് ഇതുവരെ ചെയ്തിരുന്ന സാധനയുടെ ഫലമായിട്ട് രൂപപ്പെട്ട ഒരു ജ്ഞാനം, ഒരു അന്ധക്കരണം, ഒരു ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധിയെ ഈ വ്യക്തിയുമായിട്ട് സംയോജിപ്പിക്കുന്നു. ബുദ്ധി സംയോഗം ലഭത്തെ, വ്യക്തിക്ക് അങ്ങനെ ജന്മനാ തന്നെ ആ ഒരു ഇതുവരെ ചെയ്തിരുന്ന, മുമ്പ് കഴിഞ്ഞ ജന്മത്തിലോ അതിൻ്റെ കഴിഞ്ഞ ജന്മത്തിലോ ഏതേതെങ്കിലും ജന്മത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവനും ഇപ്പോൾ ഈ ജന്മത്തിൽ ഇവിടെ വ്യക്തിക്ക് കിട്ടുന്നു. എന്നിട്ട് പിന്നീട് ഈ വ്യക്തി അവിടെ തൊട്ട് തുടങ്ങിയാൽ മതി. അപ്പോൾ ഓൾറെഡി ഒരു ക്യാപിറ്റലും കൊണ്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിന്മേൽ ഡെവലപ്മെന്റ് മാത്രം ചെയ്താൽ മതി എന്നർത്ഥം. യതത്തേച്ച തതോ ഭൂയഃ. അപ്പോൾ അവിടെ വീണ്ടും പിന്നെ ഈ മാതാപിതാക്കളോ അത് ചെയ്യുന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ അതിനനുസരിച്ച് സാഹചര്യങ്ങളാണുള്ളത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വാഭാവികമായിട്ട് ഒരു പ്രയത്നത്തിന്റെ ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ എക്സ്ട്രാ ചെയ്യുന്നു എന്നൊരു തോന്നൽ വരുന്നില്ല. അത് പിന്നെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി. യതത്തേച്ച തതോ ഭൂയഃ, തഥ വീണ്ടും ഭൂയഃ വർദ്ധിക്കുന്നു. സംസിദ്ധവും
അപ്പൊ യതത്തെ സംസിദ്ധിക്ക് വേണ്ടിയിട്ട് വീണ്ടും ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ തുടങ്ങും. ഇതാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പം പറയാൻ ചിലർ പറയുന്നുണ്ട്, അപ്പം പിന്നെ അടുത്ത ജന്മത്തിൽ ആ ഭഗവാന്റെ ആ അനുഗ്രഹം എനിക്ക് മതി എന്ന് പറയും. അടുത്ത ജന്മത്തിലെ അനുഗ്രഹത്തിന് ഇപ്പോഴേ നമ്മൾ ഉറപ്പാക്കി വെക്കണം എന്നർത്ഥം. അല്ലാതെ യോഗഭ്രഷ്ടനാവാൻ വേണ്ടിയിട്ട് യോഗത്തിൽ കയറേണ്ട കാര്യമില്ല. യോഗഭ്രഷ്ടനാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് അതിനകത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ യോഗഭ്രഷ്ടനായി കഴിഞ്ഞാൽ പിന്നീട് ഭഗവാൻ നോക്കിക്കൊള്ളാം. ഇത്രയേ അർത്ഥം എടുക്കാവൂ. അല്ലാതെ ഇതൊരു യോഗഭ്രഷ്ടനാവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് ലൈസൻസ് എടുത്ത് പോകാനുള്ള സമയമായിട്ട് നമ്മൾ ഇതിനെ എടുക്കരുത്. പൂർവാഭ്യാസേന തേനൈവ ക്രിയതേ ഹ്യവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തത്തെ. പൂർവാഭ്യാസേന, ഈ മുമ്പ് അഭ്യാസം ചെയ്തല്ലേ, പൂർവജന്മനി എന്നുള്ള ആ പൂർവകാലത്തിൽ ചെയ്തിരിക്കുന്ന ഈ അഭ്യാസത്താൽ തേനൈവ ഹ്രിയതേ ഹ്യവശ്വഹ അപി, ഏതെങ്കിലും തരത്തിൽ അവശനാണെങ്കിൽ കൂടി, അതായത് യോഗ സാധന ചെയ്യാൻ സാധിക്കാത്ത വണ്ണമുള്ള ഈ രജോ ഗുണത്താലോ തമോ ഗുണത്താലോ അവശനാണെങ്കിൽ, അപ്പൊ ശാരീരികമായ അവശതയല്ല, പകരം എന്ന് പറഞ്ഞാൽ മനസ്സിന് താല്പര്യക്കുറവുണ്ടായാൽ പോലും പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കുന്ന ആ പുണ്യം ഇവനെ വലിച്ച് ഈ സാധനയിലേക്ക് ഇടുന്നു. ജിജ്ഞാസുരപി യോഗസ്യ ജിജ്ഞാസുഹു അപി, ഈ യോഗത്തെ കുറിച്ച്, ഇവിടെ യോഗം എന്ന് പറയുമ്പോൾ ഏതാ, ഈ ജീവബ്രഹ്മ ഐക്യരൂപമായ സമദർശനമായിട്ടുള്ള ഈ യോഗമാണ്, ജ്ഞാനം തന്നെയാണ്. അതില് അല്ലെങ്കിൽ മുക്തി രൂപമായിട്ടുള്ള ഇതിലേക്ക് യാതൊരുവനാണോ ജിജ്ഞാസ ഉണ്ടാകുന്നത്, അസ്യ യോഗസ്യ ജിജ്ഞാസു, അറിയാനുള്ള താല്പര്യം ഉണ്ടാകുന്നത്, അത്രയും മതി. അറിയാനെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയാണ് ഭഗവാൻ പറയുന്നത് എന്നൊന്ന് മനസ്സിലാക്കിയേക്കാം എന്നെങ്കിലും വിചാരിക്കാൻ. അതായത് 6 അധ്യായം വരെ മനസ്സിലായി കേട്ടു, അതുകൊണ്ട് അതങ്ങ് തീർത്തു എന്നുള്ളതല്ല. ഇനിയിപ്പോ എന്തൊക്കെയായിരിക്കും ഭഗവാൻ പറയാൻ പോകുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടെങ്കിൽ ജിജ്ഞാസുവായി. ആ ജിജ്ഞാസുഹു അപി ശബ്ദബ്രഹ്മ അതിവർത്തത്തെ. ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിനെ അതിക്രമിച്ചു പോകുന്നു. പ്രയത്നാത്യതമാനസ്തു യോഗീ സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധി തതോ യാതി പരാം ഗതിം. പ്രയത്നാത് പ്രയത്നം കൊണ്ട്, യതമാനഃ ഇപ്പം വളരെയധികം യത്നം ചെയ്യുന്നതായിട്ടുള്ള, നമ്മൾ ഈ യതമാന വൈരാഗ്യം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഈ യോഗസൂത്രത്തിൽ പഠിച്ചിരുന്നതാണ്. പ്രയത്നാത് യതമാനഃ, ഇപ്പൊ ഇപ്രകാരം ഈ യത്നം ചെയ്യുന്ന ഈ വ്യക്തി, തത്ര യോഗി വിദ്വാൻ സംശുദ്ധി കിൽബിഷഃ, ഈ ദോഷങ്ങളെല്ലാം ഇല്ലാത്തവനായിട്ട്, അതായത് പാപരഹിതനായിട്ട്, കിൽബിഷം പാപം, സംശുദ്ധ വ്യക്തിയായിട്ട് മാറി. ഇപ്പൊ സംശുദ്ധ കിൽബിഷ എന്ന് പറഞ്ഞാൽ പാപരഹിതനായിട്ട് മാറിയിട്ട്, അനേക ജന്മ സംസിദ്ധ, ഈ അനേക ജന്മങ്ങളായിട്ട് ആർജിച്ചുകൊണ്ട് വരുന്ന ഈ സിദ്ധിയുടെ ഫലമായിട്ട്, സിദ്ധി എന്ന് പറയുന്നത് അന്ധക്കരണ ശുദ്ധിരൂപമായ ജ്ഞാന തൽപരതാരൂപമായ സിദ്ധിയുടെ ഫലമായിട്ട് തതോ യാതി പരാം ഗതിം. ഇപ്പം ഇതിനകത്ത് നമ്മൾ ഈ കൂടെ ഈ ജ്ഞാനത്തിനെ കുറിച്ചും ശുദ്ധിയെക്കുറിച്ചും ഒക്കെ പറയുന്നതിന്റെ കാരണം, ഒരിക്കലും നമുക്ക് മനസ്സ് ഈ വ്യാവഹാരിക ലാഭത്തിലും സിദ്ധിയിലേക്കും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എപ്പോഴും ഭാവനയിലേക്ക് പോകുമ്പോൾ അങ്ങനെ അങ്ങ് പോയി കളയും. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആവർത്തിച്ച് പറയുന്നത്. അല്ലാതെ ആർക്കും അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല, എങ്കിൽ കൂടി നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ ക്ലാരിറ്റി അവിടെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും അബദ്ധവശാൽ ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ പറ്റും. യാതി പരാംഗതി. അതുകൊണ്ടാണ് ഈ ആവർത്തിച്ച് എപ്പോഴും പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ സിദ്ധി എന്ന് പറയുന്നതും യോഗ എന്ന് പറയുന്നതും ഒക്കെ ജനറലായിട്ടുള്ള ഒരു അറിവുണ്ട് നമുക്ക്, പ്രത്യേകിച്ച് ഇതൊന്നും കേൾക്കാതെ തന്നെ. അപ്പൊ അതിലേക്ക് പോകരുത്. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന സിദ്ധി എന്ന് പറയുന്നതും ഇവിടെ പറഞ്ഞിരിക്കുന്ന യോഗ എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ ഭഗവത്ഗീതയിൽ സിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം വേറെയാണ്. ഭഗവത്ഗീതയിൽ യോഗ എന്ന് പറഞ്ഞാൽ അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം വേറെ തന്നെയാണ്. ആ അർത്ഥം നമ്മൾ എപ്പോൾ ഭഗവത്ഗീതയിൽ വിചാരം ചെയ്യുന്നു അപ്പോൾ ഈ അർത്ഥം ഓരോ പ്രാവശ്യവും കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. തപസ്സിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാത് യോഗി ഭവാർജുന. തപസ്വിഭ്യഃ, തപസ്വിയേക്കാളും അധികഃ യോഗി, തപസ്വിയേക്കാളും യോഗി അധികനാകുന്നു.
ഉത്തമനാകുന്നു. ജ്ഞാനിഭ്യഃ അപി, ജ്ഞാനിയേക്കാളും യോഗി ഉത്തമനാകുന്നു. അവിടെ ജ്ഞാനി എന്നവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഈ അക്കാഡമിക്കൽ സ്റ്റഡി, അത്രയേ ഉള്ളൂ. വെറുതെ പഠിച്ചിരിക്കുന്നു എന്ന് മാത്രം, യാതൊരു വിധത്തിലുള്ള ഈ വിചാരത്തിലൂടെ മുന്നോട്ട് പോയിട്ടില്ല, വെറുതെ പഠിച്ചു വെച്ചിരിക്കുന്നു. ഇങ്ങനെ വായനയിലൊന്നും ഒരു കുറവുമില്ല, ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു തരത്തിലൊരു ജ്ഞാനിയാണ്. വായനാപ്രിയത്വം എന്നുള്ളത്. അതിൻ്റെ കൂട്ടിലേക്ക് ശ്ലോകങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങളെ പഠിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ തുടങ്ങി വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വം വിഷ്ണു ഭാഷക്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനം ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ എന്നുള്ളത് പറഞ്ഞ് അവസാനിക്കുന്ന വരെ തുടർച്ചയായിട്ട് അതൊക്കെ ജ്ഞാനി എന്നുള്ള വിഭാഗത്തിൽപ്പെടുത്താം. ജ്ഞാനിഭ്യഃ അപി അധികഃ മതോധിക മമ മത, എൻ്റെ അഭിപ്രായത്തിൽ അവര് അധികമാണ്. ആര്? യോഗി അധികമാണ്. കർമ്മിഭ്യശ്ച, കർമ്മിയേക്കാളും യോഗി അധികമാണ്, ഉത്കൃഷ്ടനാണ്, ശ്രേഷ്ഠനാണ്. തസ്മാത് യോഗി ഭവാർജുന, അതിനാൽ അല്ലയോ അർജുന യോഗി ആകൂ. യോഗിനാമപി സർവേഷാം, ഈ യോഗികളിൽ മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മത. ഇങ്ങനെയുള്ള യോഗികളിൽ, യോഗിനാമപി സർവേഷാം, എല്ലാ യോഗികളിലും മദ്ഗതേനന്തരാത്മന, അന്തരാത്മാവ് എന്നിലേക്ക് സമർപ്പിക്കപ്പെട്ടവനായിട്ട്, ഭഗവാനിലേക്ക് സമർപ്പിക്കപ്പെട്ടവനായിട്ട് യാതൊരുവനാണോ ഉള്ളത്, ശ്രദ്ധാവാൻ, ശ്രദ്ധയോടു കൂടിയവനായിട്ടുള്ള അവൻ, യഹ മാം ഭജത്തെ, യാതൊരുവൻ എന്നെ ഭജിക്കുന്നുവോ, സമേ യുക്തതമോ മത, അവൻ തന്നെയാകുന്നു ഏറ്റവും യുക്തതമനായിട്ടുള്ളവൻ, അല്ലെങ്കിൽ യോഗികളിലും യോഗിയായിട്ടുള്ളവൻ. ഇത് ഭഗവാന്റെ അർജുനന് കൊടുക്കുന്ന സമാധാനമാകുന്നു. ഇത് ശ്രീ മഹാഭാരതേ ശതസാഹസ്ര്യാം സംഹിതായാം വൈയാസിക്യാം ഭീഷ്മപർവണി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ധ്യാനയോഗോ നാമ 6ാധ്യായഃ. ധ്യാനയോഗം എന്ന 6-ാം അധ്യായം അവസാനിച്ചു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.